ഹലോ ഹലോ ഓക്കെ ആയ എല്ലാവർക്കും? യെസ്. എന്താ അശ്വിനൊരു വിഷമം? ശരി, ഇപ്പൊ എല്ലാവർക്കും ഓക്കെ. ശരി, എന്നാ നമ്മളപ്പോ പറഞ്ഞുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻ ഏതായിരുന്നു? ഓക്കെ, ആൽഡിഹൈഡ്സ് എന്തുകൊണ്ട്? എന്റെ അശ്വിനെ, എനിക്കിതൊന്നും വയ്യ കേൾക്കാനും കാണാനും. അല്ലെങ്കിൽ ക്ലാസ്സിൽ നിന്ന് ഉറങ്ങണവനാ. തന്നെ 5 മിനിറ്റ് പോയിന്ന്. ശരി, എന്റെ പിഴ, എന്റെ വലിയ പിഴ. അത് പറ്റില്ല, അത് അവൻ ആദ്യം ഇറങ്ങിപ്പോവും. ഓക്കെ, സന്തോഷായില്ല. എനിക്കറിയാം നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് എന്റെ ഇടയിൽ കൂടെ കിട്ടിയതിന്റെ സന്തോഷമാണെന്നൊക്കെ എനിക്കറിയാം. വെറുതെ അതന്നെ. ശരി, അപ്പൊ നമുക്ക് ഇലക്ട്രിക്കൽ റീസൺസും അതുപോലെ തന്നെ സ്റ്റെറിക്കൽ റീസൺസും കാരണം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. ഈ റീസൺ നിങ്ങൾ എല്ലാവരും ഇപ്പൊ എഴുതിയെടുത്തിട്ടുണ്ടായിരുന്നോ? എന്താണ് സ്റ്റെറിക്കലി സംഭവിച്ചത്? 2 ലാർജ് സബ്സ്റ്റൻസ് ആണ് നമ്മുടെ കീറ്റോൺസിന്റെ കേസിൽ ഉണ്ടാവുന്നത്. അപ്പൊ അത് ഉണ്ടാവുന്ന സമയത്ത് ഒരു ന്യൂക്ലിയോഫൈൽ വരുന്ന സമയത്ത് അതിന് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല, അതിന് ഹിൻഡ്രൻസ് ആവും. അപ്പൊ അതേപോലെ തന്നെ ആൽഡിഹൈഡിന്റെ കേസിലാണെങ്കിൽ അങ്ങനെ ഒറ്റ സബ്സ്റ്റുവന്റേ ഉള്ളൂ, അതുകൊണ്ട് കുറച്ചും കൂടെ റിയാക്റ്റീവ് ആയിരിക്കും. ഇനി ഇലക്ട്രിക്കലി എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ 2 ആൽക്കൈൽ ഗ്രൂപ്പ്സ് വരുന്ന സമയത്ത് ആർക്കാണ് 2 ആൽക്കൈൽ ഗ്രൂപ്പ്സ് വരുന്നത്? ആൽഡിഹൈഡ്സിനാണോ കീറ്റോൺസിനാണോ? ഒന്ന് കമന്റ് ചെയ്തേ നോക്കട്ടെ. ആൽഡിഹൈഡ്സിനാണോ കീറ്റോൺസിനാണോ 2 ആൽക്കൈൽ ഗ്രൂപ്പ്സ് വരുന്നത്? എല്ലാരും കമന്റ് ചെയ്യും, ഞാൻ നോക്കട്ടെ. ഇനി ആൽഡിഹൈഡും കീറ്റോണൊക്കെ. ഹെഡ് ഏക്കിന് എന്തിനാ ക്യാമറ ഓഫ് ചെയ്യണേ? കുഴപ്പമില്ല, ഓഫ് ചെയ്യട്ടോ. വേഗം തിരിച്ചു വന്നോളൂ. ഹെഡേക്കിന് ക്യാമറ ഓഫ് ചെയ്യേണ്ട കാര്യം. ഓക്കെ, ശരി. കീറ്റോൺസ് ആണല്ലേ, അപ്പൊ ആരും തെറ്റിച്ചൊന്നുമില്ല. അപ്പൊ കീറ്റോൺസിന്റെ കേസിൽ യെസ് നിസി, കുഴപ്പമില്ല. നിങ്ങൾ അവിടെ കിടന്നാലും കുഴപ്പമില്ല, കിടന്നിട്ടായാലും ക്ലാസ് കേൾക്കും. എനിക്കൊരു സന്തോഷല്ലേ, എന്റെ ഒരു സമാധാനത്തിന് വേണമെങ്കിൽ ക്ലാസ് കേൾക്ക്. എന്തൊക്കെയാണല്ലേ, ഫീസ് കൊടുത്തു വന്നിട്ട് എന്റെ സമാധാനത്തിന് ക്ലാസ് കേൾക്കണേ. ശരി, അപ്പൊ കീറ്റോൺസിന്റെ കേസിൽ സി ഡബിൾ ബോണ്ടോയ്ക്ക് ശേഷം 2 സൈഡിലും ആൽക്കൈൽ ഗ്രൂപ്പ്സ് വരും. അങ്ങനെ വരുന്ന കേസിൽ എന്താ സംഭവിക്കുന്നത്? ആൽക്കൈൽ ഗ്രൂപ്പ്സ് വരുന്ന സമയത്ത് അതിന്റെ ഇലക്ട്രോഫിലിസിറ്റി കുറയുന്നു. അപ്പൊ നേരെ തിരിച്ച് നമ്മുടെ ആൽഡിഹൈഡ്സിൽ എന്താ സംഭവിക്കുന്നത്? ഒരു സൈഡിലെ സംഭവിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ആൽഡിഹൈഡ്സ് മോർ റിയാക്റ്റീവ് ആയിട്ട് വരുന്നത്. ഓക്കെ, എഴുതി വെച്ചു. അപ്പൊ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യന്റെ സബ് ക്വസ്റ്റ്യൻ ആയിട്ടോ 2 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിക്കുള്ളൂ. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് എടുത്ത് എഴുതന്നെ വേണം. ഇലക്ട്രിക്കൽ റീസൺ, സ്റ്റെറിക്കൽ റീസൺ ഹെഡിങ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ എന്താ പറയാ ഒരു കുത്തുങ്ങോമയ്ക്ക് ഇട്ടിട്ടോ എന്തായാലും സ്റ്റെറിക്കൽ റീസണും ഇലക്ട്രിക്കൽ റീസണും ആണെന്നുള്ളത് അവിടെ ഉണ്ടാവണം. നിങ്ങൾ ഈ പോയിന്റ് മാത്രം എഴുതി കഴിഞ്ഞ് ചിലപ്പോൾ ടീച്ചേഴ്സ് ശ്രദ്ധിക്കണമെന്നില്ല. അപ്പൊ സ്റ്റെറിക്കൽ റീസൺ, ഇലക്ട്രിക്കൽ റീസൺ നിങ്ങൾ എഴുതിയിട്ട് വേറെ എന്തെങ്കിലും മണ്ടത്തരം എഴുതി കഴിഞ്ഞാലും ചിലപ്പോൾ മാർക്ക് കിട്ടും, ഭാഗ്യം ഉണ്ടെങ്കിൽ. ഓക്കെ, ശരി. നെക്സ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ആൽഡിഹൈഡ്സ് ആർ ലോവർ ദാൻ ആൽക്കഹോൾസ്. ബോയിലിംഗ് പോയിന്റ് പറയുന്ന കേസിൽ എപ്പോഴും എന്താ സംഭവിക്കുന്നത്? ബോയിലിംഗ് പോയിന്റ് എന്തിന്റെ ബേസിസിലാ? നമ്മൾ കൂടുതലും പറയാം ഹൈഡ്രജൻ ബോണ്ടിങ്ങിന്റെ കേസിലാണല്ലേ പറയാം. അപ്പൊ ആൽക്കഹോളിനെ കമ്പയർ ചെയ്യുമ്പോൾ ആൽഡിഹൈഡ്സിലും കീറ്റോൺസിലും എന്തുകൊണ്ടായിരിക്കും അത് കുറവ്? ആൽഡിഹൈഡ്സിലും കീറ്റോൺസിലും ആൽക്കഹോൾസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കുറവാണ്. അതെനിക്ക് ആരാ പറഞ്ഞുതരാം? ആരോട് കമന്റ് ചെയ്തിട്ടുണ്ട് നോക്കട്ടെ. യെസ്, OH ഉണ്ട്. ഹാബിയ പറഞ്ഞതായോ? OH ഉണ്ട്. അപ്പൊ എന്താ സംഭവിക്കണേ? എവിടെ പോയി ഹാബിയ? ഇത്ര നേരം ഞാൻ കണ്ടാണല്ലോ. ഇല്ല, പറ. OH ഗ്രൂപ്പ് ഉണ്ട്. ആൽഡിഹൈഡ്സിലും കീറ്റോൺസിലും അവരുടെ കറസ്പോണ്ടിങ് ഗ്രൂപ്പ്സ് വരുമ്പോ എന്താണ് വ്യത്യാസം? അപ്പൊ OH എന്ന് പറയുമ്പോ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. ആൽക്കഹോൾസിൽ ഈസിയർ ആയിട്ട് ഹൈഡ്രജൻ ബോണ്ട് പറയാൻ പറ്റും അല്ലെ. ബാക്കിയുള്ള കേസിൽ സ്റ്റെറിക്കൽ ഹിൻഡ്രൻസസ് കൂടുതലാണ്. CH ആണെങ്കിലും അതുപോലെ തന്നെ C ഡബിൾ ബോണ്ട് ഓയിലൊക്കെ ആണെങ്കിലും എല്ലാത്തിലും സ്റ്റെറിക്കൽ ഹിൻഡ്രൻസസ് കൂടുതലാണ്. അങ്ങനെ ഹിൻഡ്രൻസസ് കൂടുതലായതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റുന്നത് OH-ലാണ്. അങ്ങനെ ഈസി ആയിട്ട് ഒരു സ്ട്രോങ് ഹൈഡ്രജൻ ബോണ്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് തിളപ്പിക്കാൻ പറ്റുമോ? ഇല്ല. ആൽക്കഹോൾസിനെ തിളപ്പിക്കണമെങ്കിൽ ഞാൻ കൂടുതൽ എനർജി കൊടുക്കേണ്ടി വരും അല്ലെ.
അങ്ങനെയാണ് യെസ് വീക്ക് മോളിക്കുലർ അസോസിയേഷൻ. അപ്പൊ അതുകൊണ്ട് എന്റെ ആ മോളിക്കുലർ അസോസിയേഷൻ അല്ലെങ്കിൽ ആ മോളിക്കുലർ ബോണ്ട് അവർ തമ്മിലുള്ള ബന്ധം പൊട്ടിക്കണമെങ്കിൽ ഞാൻ കൂടുതൽ എനർജി കൊടുക്കണം. അങ്ങനെയാണ് ആൽക്കഹോൾസിന്റെ ബോയിലിംഗ് പോയിന്റ് കൂടുതലാവുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തൊക്കെ ഇത്ര നേരം ഡിസ്കസ് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല, 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞു. യെസ്, അടുത്ത ഇമ്പോർട്ടന്റ് ആണ് ക്ലെമൻസൺസ് റിഡക്ഷൻ, വുൾഫ് കിഷ്നേഴ്സ് റിഡക്ഷൻ, ഹാലോഫോം റിയാക്ഷൻ ആൻഡ് എസ്ട്രിഫിക്കേഷൻ റിയാക്ഷൻ. എസ്ട്രിഫിക്കേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താടാ? എന്തൊക്കെയോ റിയാക്ട് ചെയ്തിട്ട് എസ്റ്ററും വാട്ടറും കിട്ടും. എന്താണ് എസ്ട്രിഫിക്കേഷൻ റിയാക്ഷൻ? ആർക്കാ ഓർമ്മയുള്ള എസ്ട്രിഫിക്കേഷൻ റിയാക്ഷൻ? ആരാ എനിക്ക് പറഞ്ഞുതരാ? മുഹമ്മദ്, യെസ് മുഹമ്മദ് ഷിബിൽ. ക്യാമറ ഓൺ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ആരാ പറഞ്ഞുതരാ? ഏഞ്ചൽ പറഞ്ഞതായി. എന്താണ് എസ്ട്രിഫിക്കേഷൻ റിയാക്ഷൻ? എസ്റ്റർ എന്ന് പറഞ്ഞ എന്താ? എസ്റ്ററിന്റെ ഗ്രൂപ്പ് എന്താ? ROOR- അല്ലെ? അങ്ങനെയുള്ളതാണ് എസ്റ്റേഴ്സ്. എസ്റ്റേഴ്സ് അപ്പൊ എങ്ങനെയാ നമ്മൾ ഫോം ചെയ്യുന്നത്? ഒരു ആസിഡിനെയും ആൽക്കഹോളിനെയും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് ROR- ഗ്രൂപ്പ്, ROOR- ഗ്രൂപ്പും വാട്ടറും കിട്ടുന്നു. അങ്ങനെയുള്ള റിയാക്ഷൻസിനെയാണ് ഞാൻ എന്ത് എന്ന് വിളിക്കുന്നത്? എസ്ട്രിഫിക്കേഷൻ റിയാക്ഷൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ ക്ലെമൻസൺസ് റിഡക്ഷൻ എന്താന്ന് എഴുതിക്കോ. ക്ലെമൻസൺ process of formation of ester from a carboxylic acid and alcohol. അത്രയും സിമ്പിൾ ആണ്. അപ്പൊ എസ്ട്രിഫിക്കേഷൻ റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഈ എസ്റ്റേഴ്സിന്റെ പ്രത്യേകത എന്താ? ഒരു സ്വീറ്റ് സ്മെല്ലിംഗ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ്. ഓക്കെ, ശരി. അപ്പൊ ക്ലെമൻസൺസ് റിഡക്ഷൻ എഴുതിക്കോ. ക്ലെമൻസൺസ് റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ തന്നെ പറയുന്നുണ്ട്, അതൊരു റിഡക്ഷൻ റിയാക്ഷൻ ആണ്. ആ റിഡക്ഷനിൽ ഞാൻ യൂസ് ചെയ്യുന്ന ആളുടെ ബേസിസിലാണ് എന്ത് വ്യത്യാസം വന്നത്? അതിന്റെ പേര് ക്ലെമൻസൺ റിഡക്ഷൻ ആയത്. നേരത്തെ നമ്മളൊരു റോസൻമൺ റിഡക്ഷൻ പഠിച്ചു. അപ്പൊ ഈ പറയുന്ന ആൾക്കാരൊക്കെ ഒരേ ട്രീയുടെ അണ്ടറിൽ നിങ്ങൾക്ക് പഠിക്കാം. റിഡക്ഷൻ റിയാക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് എഴുതിയിട്ട് ഓരോന്ന് എഴുതാം. ക്ലെമൻസൺ, ക്ലെമൻസൺ, റോസൻമണ്ട്, വുൾഫ് കിഷ്നർ, അങ്ങനെ അങ്ങനെ ഓരോന്ന് പഠിച്ചിട്ട് എന്ത് ചെയ്യണം എന്നറിയോ? ഇതിന്റെ കൂടെ അതിന്റെ റിയേജൻസും കൂടെ എഴുതി വെക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പൊ റോസൻമണ്ടിൽ നമുക്കറിയാം പലേഡിയം ഇൻ BaSO4. അതുപോലെ ക്ലെമൻസണിൽ ഞാൻ എന്താ യൂസ് ചെയ്യുന്നത്? സിങ്ക് അമാൽഗം ഇൻ കോൺസെൻട്രേറ്റഡ് HCl. അപ്പൊ എനിക്ക് എന്താ കിട്ടിയത്? നേരത്തെ എനിക്ക് ആൽഡിഹൈഡാ കിട്ടിയത് അല്ലെ? ഇവിടെ എനിക്ക് എന്താ കിട്ടുന്നത്? ആൽഡിഹൈഡിന്ന് എനിക്ക് ആൽക്കെയിൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ ആണ് കിട്ടുന്നത്. ഓക്കെ, ഇവിടെ എനിക്ക് CH3CHO ഉണ്ടായത് CH3CH3 ആയിട്ട് മാറി. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്നത് C2H5CHO ആണെങ്കിലോ അപ്പൊ എനിക്ക് കിട്ടാം C2H5CH3. മനസ്സിലായ? ഇങ്ങനെയാണ് ആ റിഡക്ഷൻ സംഭവിക്കുന്നത്. ശരി, അപ്പൊ ക്ലെമൻസൺ റിഡക്ഷനിൽ നിങ്ങൾ എന്താ പഠിക്കേണ്ടത്? സിങ്ക് അമാൽഗം ZnHg ഇൻ കോൺസെൻട്രേറ്റഡ് HCl. ഈ കണ്ടീഷനിലാണ് ഞാൻ അത് ചെയ്യുന്നത്. ആൽഡിഹൈഡിനെ ഞാൻ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? ആൽഡിഹൈഡ് ഇസ് കൺവേർട്ടഡ് ഇൻടു കറസ്പോണ്ടിങ് ഹൈഡ്രോകാർബൺസ്. ഓക്കെ, റിയാക്ഷൻ നോക്കിയേ, ദ വുൾഫ് കിഷ്നർ റിഡക്ഷൻ. അപ്പൊ വുൾഫ് കിഷ്നർ റിഡക്ഷനിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതേപോലെ തന്നെ ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും സെയിം പോലെ തന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? കറസ്പോണ്ടിങ് ഹൈഡ്രോകാർബൺ ആക്കുന്നു. പക്ഷെ ഞാൻ ഇവിടെ യൂസ് ചെയ്തത് എന്തായിരുന്നു? ഞാൻ ഇവിടെ യൂസ് ചെയ്തത് ഹൈഡ്രസീൻ എന്ന് പറഞ്ഞ ഒരാളാണ്. ഹൈഡ്രസീൻ. ഹൈഡ്രസീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ NH2NH2 ഇങ്ങനെ എഴുതില്ല, NH2NH2, കാരണം നൈട്രജനും തമ്മിലാണ് ബോണ്ട് ഉള്ളത്. ഓക്കെ, ഹൈഡ്രസീൻ എന്ന് പറഞ്ഞാൽ NH2NH2. ഓക്കെ, ഹൈഡ്രസിന്റെ പ്രസൻസിൽ ഞാൻ KOHന്റെയും ഹൈഡ്രസിന്റെയും പ്രസൻസിൽ ഞാൻ ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്തായിട്ട് കൺവേർട്ട് ചെയ്യാണ്? ഹൈഡ്രോകാർബൺ ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. അപ്പൊ ഈ പറഞ്ഞ രണ്ടാൾക്കാരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ക്ലെമൻസനും വുൾഫ് കിഷ്നറും തമ്മില് രണ്ടിലും ഞാൻ എന്താ ചെയ്യുന്നത്? ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും ഹൈഡ്രോകാർബൺ ആക്കി മാറ്റുന്നു അല്ലെ? അങ്ങനെയല്ലേ ചെയ്യുന്നത്? രണ്ടിലും ഞാൻ എന്താ ചെയ്യുന്നത്? ആകെ വ്യത്യാസം യൂസ് ചെയ്ത റിയേജൻസാ. ആദ്യം ഞാൻ യൂസ് ചെയ്തത് എന്തായിരുന്നു? ആദ്യം ഞാൻ സിങ്ക് അമാൽഗം ഇൻ കോൺസെൻട്രേറ്റഡ് HCl. രണ്ടാമത് ഞാൻ യൂസ് ചെയ്തത് എന്തായിരുന്നു? ഹൈഡ്രസീൻ ഇൻ KOH. ഹൈഡ്രസീൻ ഇൻ KOH ആൻഡ് എത്തിലിൻ ഗ്ലൈക്കോൾ. KOH, എത്തിലിൻ ഗ്ലൈക്കോൾ. ഓക്കെ, ശരി. ഈ റിയാക്ഷൻസ് സെറ്റ് ആയോ? അടുത്ത റിയാക്ഷൻ പറയട്ടെ.
ഇതെവിടെയും എഴുതി വെച്ചാ? എടാ ഇതിന്റെ കൂട്ടത്തിൽ പഠിച്ച് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്ര ടൈം തന്ന ഓരോ റിയാക്ഷൻസും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വെറുതെ ക്വസ്റ്റ്യൻസ് ചെയ്യിച്ച് നിങ്ങൾക്ക് ഒരു തേങ്ങയും ചെയ്യാൻ കിട്ടില്ല. നിങ്ങൾ ഇത് പഠിച്ചിട്ടും ഇല്ല എന്ന് എനിക്കറിയാം. ഓക്കെ, നെക്സ്റ്റ് വൺ, ഹാലോഫോം റിയാക്ഷൻ. ഹാലോഫോം റിയാക്ഷനിൽ എന്താ സംഭവിക്കുന്നത്? CH3CO ഗ്രൂപ്പ് ഉള്ള ആൽഡിഹൈഡിലും കീറ്റോണിലും നമ്മൾ എന്താ ചെയ്യുന്നത്? സോഡിയം ഹൈപ്പോഫാലൈറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നു. സോഡിയം ഹൈപ്പോഫാലൈറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സോഡിയം സോൾട്ട് എനിക്ക് കിട്ടും. ആ കറസ്പോണ്ടിങ് സോഡിയം സോൾട്ടില് എന്താണ് സംഭവിക്കുന്നത്? അതിനകത്ത് ഒരു കാർബൺ എന്റെ ഇതിനേക്കാളും ലെസ്സർ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഹാലോഫോം യെസ്, ജരിതു നിങ്ങൾക്ക് വേണ്ടി വേറൊരു കോഡ് പറഞ്ഞു തന്നു. വുൾഫ് കിഷ്ണർ എന്ന് പറയുമ്പോൾ റിയേജന്റ് KOH ആണെന്ന് വേണമെങ്കിൽ കണക്ട് ചെയ്ത് പഠിച്ചോളാം. വുൾഫ് കിഷ്ണർ KOH. ഓക്കെ, അതാ പറഞ്ഞത്. ഇതിപ്പം ഓരോരുത്തരും പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ ഐഡിയാസ് വെച്ച് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. ഒരിക്കലും ഈ റിയാക്ഷൻസ് ഒന്നും കാണാപ്പാടം പഠിക്കാൻ പറ്റില്ല. കാരണം അത്ര അധികം റിയാക്ഷൻസ് ഉണ്ട്. മറന്നുപോകും. കാണാപ്പാടം പഠിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറയണില്ല, നിങ്ങൾ പക്ഷെ മറന്നുപോകും. അപ്പൊ മറന്നു പോകാതിരിക്കണമെങ്കിൽ എന്റെ മക്കൾ എന്ത് ചെയ്യണം? എവിടെയെങ്കിലും ഒക്കെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കും. ഈ പറഞ്ഞ പോലെ തന്നെ. അപ്പൊ ഇനി എങ്ങനെ വന്നാലും എക്സാമിന് വുൾഫ് കിഷ്ണർ എന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ KOH എന്നുള്ളത് ഓർമ്മ വരും. ഓക്കെ, അങ്ങനെ വേണം പഠിക്കാൻ. ഇപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഈസി ആയിട്ടുള്ള പല പല കൂടുകളായിരിക്കും. ചിലർക്ക് ഒരു പാട്ട് വെച്ച് ഓർക്കാനായിരിക്കും ഇഷ്ടം, അല്ലെങ്കിൽ ചിലർക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ ഇങ്ങനെ ലെറ്റർ അങ്ങനെ ബോക്സ് ആക്കി പഠിക്കാനൊക്കെ ആയിരിക്കും ഇഷ്ടം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പഠിക്കുക. ഓക്കെ, അപ്പൊ ഹാലോഫോം റിയാക്ഷനിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? CH3CO ഉള്ള ആൽഡിഹൈഡും കീറ്റോൺ ആണെന്നുണ്ടെങ്കിൽ സോഡിയം ഹൈപ്പോഫാലൈറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് എനിക്ക് കിട്ടുന്നു? സോഡിയം സോൾട്ട് കിട്ടുന്നു. ആ സോഡിയം സോൾട്ടിന്റെ പ്രത്യേകത എന്താ? ഞാൻ എടുത്ത ആൽഡിഹൈഡിനേക്കാളും കീറ്റോണിനേക്കാളും ഒരു കാർബൺ ലെസർ ആയിരിക്കും. അപ്പൊ ഞാൻ ഇവിടെ എടുത്തു കഴിഞ്ഞപ്പോ എനിക്ക് എന്താ ഉണ്ടായത്? RCCH3. ഓ, ഇങ്ങനെയായിരുന്നു അല്ലെ? RCOCH3 എന്നായിരുന്നു. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഈ കാർബണെ കാണാതായി. ഇത്രേ ഉള്ളൂ ബാക്കി. ഇതേ ഒരു കാർബൺ പുറത്തേക്ക് ലിബറേറ്റ് ആയി പോയി. അപ്പോ 1 കാർബൺ വിൽ ബി ലെസ്സർ. അതാണ് ഹാലോഫോം റിയാക്ഷൻസ്. എഴുതി വെച്ചോ എവിടെങ്കിലും? ഇത് മൊത്തം ഇങ്ങനെ എഴുതണ്ട, ജസ്റ്റ് ഈ റിയാക്ഷൻ എഴുതാ. എന്നിട്ട് എന്ത് പറയണം? CH3CO ഗ്രൂപ്പ് ഇസ് നീഡഡ്. അതേപോലെ ആർ ഓക്സിഡൈസ്ഡ് ബൈ സോഡിയം ഹൈപ്പോഫാലൈറ്റ്. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു എന്ന് പറയണം? 1 കാർബൺ ലെസ് ഇൻ പ്രൊഡക്റ്റ്. അതായത് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞൊരു എനിക്ക് പഠിക്കാൻ ഈസി ആയിട്ടുള്ള പോയിന്റ്സ് ആയിട്ട് ഞാൻ ഇത് ഇവിടെ എഴുതിയേക്കണം. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ ഈസി ആയിട്ടുള്ള പോയിന്റ്സ് നിങ്ങൾ സൈഡിൽ എഴുതി വെക്കുക, പഠിക്കുക. അതേപോലെ മറ്റേ ഈ ബുക്കിൽ ഇങ്ങനെ നീട്ടി പരത്തി ഭംഗിയിൽ എസ്സേ പോലെ എഴുതി വെച്ചാൽ നിങ്ങൾ ഇത് കാണില്ല, നിങ്ങളത് ശ്രദ്ധിക്കില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒരു ഹെഡിങ് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സൈഡിൽ നിങ്ങൾ നോട്ട് ചെയ്യണ പോലെ ഇങ്ങനെ എന്തെങ്കിലും ആരോ ഇട്ടിട്ടോ പോയിന്റ്സ് ആക്കിയിട്ടോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ട് എഴുതി വെക്കുക. അപ്പൊ നിങ്ങൾ ആ പുസ്തകം തുറക്കുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കും. അല്ലാത്തടത്തോളം ഒരു പ്ലെയിൻ നോട്ട് എഴുതി വെച്ച് നിങ്ങൾ ഒരിക്കലും അത് ശ്രദ്ധിക്കില്ല. ഈ പോയിന്റ്സ് ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കില്ല. അശ്വിന്, വുൾഫ് കിഷ്ണറിൽ ഞാൻ എന്താ യൂസ് ചെയ്തത് റിയേജന്റ്? എടാ വുൾഫ് കിഷ്ണർ പിന്നെ റിയാക്ഷൻ വെറുതെ നടക്കൂന്ന് വിചാരിച്ച നീ? അങ്ങനെ എഴുതിയിട്ട് എന്താ കാര്യം? റിയാക്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് റിയേജൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പ്രൊഡക്റ്റ് കിട്ടണേ? അതിന്റെ ഇടയിൽ കൂടെ എങ്ങോട്ട് എണീറ്റ് പോയേ? അപ്പൊ പിന്നെ നീ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നു? ഇനിയിപ്പൊ അത് എന്റെ തലയിലായി. ശരി, യെസ്, KOH ആണ്. ഇറ്റാഡ് റിയാക്ഷൻ കാണണം എന്ന് പറയുന്നുണ്ട്. കാണിച്ചു തരാം. ഇറ്റാഡ് റിയാക്ഷൻ കഴിഞ്ഞ ഞാൻ മാറ്റാം കേട്ടോ ബിനി. ഓക്കെ, ശരി. അപ്പൊ ഇതൊക്കെയാണ് ഇത്ര നേരം പഠിച്ചാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിയാക്ഷൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഈ റിയാക്ഷൻ നിങ്ങൾ ഫിൽ ചെയ്യണം. ഇതൊക്കെ ഇമ്പോർട്ടന്റ് റിയാക്ഷൻസ് ആണ്. ഫസ്റ്റ് വൺ, HCHOയും കോൺസെൻട്രേറ്റഡ് KOHും കൂടെ ഞാൻ റിയാക്ട് ചെയ്യുമ്പോൾ എനിക്ക് എന്താ കിട്ടാന്ന്? അപ്പൊ എനിക്ക് എന്താ ഉണ്ടായത്?
ആൽഡിഹൈഡ് എന്തായി മാറി? ആൽക്കഹോൾ ആയിട്ട് മാറി. ഓക്കെ, അപ്പൊ അവിടെ റിഡക്ഷൻ ആണോ നടന്നത്, ഓക്സിഡേഷൻ ആണോ നടന്നത്? HCHO CH3OH ആയി മാറി. ആൽഡിഹൈഡ് ആൽക്കഹോൾ ആയി. ഹയർ ഡിഗ്രി ആയില്ലേ? അപ്പോ ഓക്സിഡേഷൻ റിയാക്ഷൻ. ഓക്കെ, ഹൈഡ്രജൻ ആണ് അവിടെ ആഡ് ആയെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അത് റിഡക്ഷൻ ആയി മാറി. ഓക്കെ, ആൽഡിഹൈഡിന് എനിക്ക് ഉണ്ടായത് ഒരു ഹൈഡ്രോ കാർബൺ ആണെന്നുണ്ടെങ്കിൽ അത് റിഡക്ഷൻ റിയാക്ഷൻ ആയിരിക്കും. കാരണം അത് ഡിഗ്രി ഒരെണ്ണം കുറഞ്ഞു അല്ലേ? അടുത്ത റിയാക്ഷൻ നോക്കിയേ. CH3CHO ഞാൻ NH2 ആയിട്ട് ട്രീറ്റ് ചെയ്യാണ് KOHന്റെയും എത്തിലിൻ ഗ്ലൈക്കോളിന്റെയും പ്രസൻസില്. അപ്പൊ എനിക്ക് എന്താ കിട്ടാ? കറസ്പോണ്ടിങ് ഹൈഡ്രോ കാർബൺ. ആ റിയാക്ഷന്റെ പേര് എനിക്ക് ആരാ പറഞ്ഞുതരാ? അശ്വിൻ ഇപ്പൊ പറഞ്ഞേ. ആ സെക്കൻഡ് എഴുതിയേക്കുന്ന റിയാക്ഷന്റെ പേര്? CH3CHO plus NH2 in the presence of KOH and ethylene glycol gives CH3CH3. അത്രേ ഉള്ളൂ. വുൾഫ് കിഷ്നേഴ്സ് റിയാക്ഷൻ. ഓക്കെ, ശരി, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. Which among the following reduces Tollens reagent? ഇതിനകത്ത് ടൊളൻസ് റിയേജന്റിനെ റെഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? മെത്തനോൾ ആണോ, പ്രൊപ്പനോൺ ആണോ, ബെൻസോഫിനോൺ ആണോ, അസറ്റോഫിനോൺ ആണോ? ആരായിരിക്കും ടൊളൻസ് റിയേജന്റിനെ റെഡ്യൂസ് ചെയ്യുക? ആൽഡിഹൈഡ് ആണോ കീറ്റോൺ ആണോ എന്ന് ആലോചിച്ചാൽ മതി. ആൽഡിഹൈഡ് ആണെങ്കിൽ പേരിന്റെ കൂടെ ആൽ വരും, കീറ്റോൺ ആണെങ്കിൽ ഓൺ വരും. അപ്പൊ ഫസ്റ്റ് വൺ ഒരു ആൽഡിഹൈഡും ബാക്കി മൂന്നെണ്ണം കീറ്റോൺസും ആണ്. യെസ്, ഷംസീന കറക്റ്റ് ആണ്. ഓപ്ഷൻ എ മെത്തനാൽ ആണ് അല്ലെ. ടൊളൻസ് റിയേജന്റ് ഒക്കെ റെഡ്യൂസ് ചെയ്യുന്നത് ആൽഡിഹൈഡ്സിനെയാണ്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് അറിയേണ്ടത് എന്താണ് ടൊളൻസ് ടെസ്റ്റ്, എന്താണ് ഫെലിങ്സ് ടെസ്റ്റ്. അപ്പൊ ടൊളൻസ് റിയേജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ്. എവിടെയെങ്കിലും എഴുതി വെച്ചോ? അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് ആണ് ടൊളൻസ് റിയേജന്റ്. AgNH3 twice plus. റയാനെ, ആൽഡിഹൈഡ് ആണോ കീറ്റോൺസ് ആണോ ടൊളൻസ് ടെസ്റ്റ് തരാ? ആ, ശരി. അൽസാബിത്തെ, മെത്തനാൽ ആണോ പ്രൊപ്പനോൺ ആണോ ടൊളൻസ് ടെസ്റ്റ് തരാ? അൺമ്യൂട്ട് ചെയ്യ്. മെത്തനാൽ ആണോ പ്രൊപ്പനോൺ ആണോ ടൊളൻസ് ടെസ്റ്റ് തരാ? അൽസാബിത്തെ പറ. മെത്തനാൽ. മെത്തനാൽ മെത്തനാൽ എന്ന് പറഞ്ഞ ആൽഡിഹൈഡ് ആണ്. ആൽഡിഹൈഡ്സ് ആണ് ടൊളൻസ് ടെസ്റ്റ് തരാ. അപ്പൊ ടൊളൻസ് ടെസ്റ്റിൽ എന്താ ചെയ്യുന്നത്? ആൽഡിഹൈഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് ടൊളൻസ് റിയേജന്റ് ഒഴിച്ചു, ഒന്ന് ഹീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് അവിടെ ഒരു മെറ്റാലിക് ആയിട്ടുള്ള ഒരു സിൽവർ മിററിന്റെ ഫോർമേഷൻ ഉണ്ടാവും. അത് ആൽഡിഹൈഡ്സ് ആണെങ്കിൽ മാത്രമാണ് സംഭവിക്കുന്നത്. അപ്പൊ ഈ റിയാക്ഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഈ റിയാക്ഷൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പൊ ഒരു ആൽഡിഹൈഡ് അവിടെ ഉണ്ടാവുന്ന സമയത്ത് അതിന്റെ കൂടെ ഈ ടൊളൻസ് റിയേജന്റ് റിയാക്ട് ചെയ്യുമ്പോൾ AgNH3 twice plus അത് റിയാക്ട് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും എന്നാ പറയുന്നത്? RCOO മൈനസും 2Ag and H2O plus NH3. ഈ 2Ag കാരണം കൊണ്ടാണ് എനിക്ക് അവിടെ ഒരു മെറ്റാലിക് സിൽവർ മിറർ കാണാൻ പറ്റുന്നത്. മനസ്സിലായോ? നിങ്ങൾക്ക് സ്കൂളിൽ ഇത് ചെയ്യിച്ചിട്ടുണ്ടോ? ഈ ടെസ്റ്റ് ഓർഗാനിക്കിൽ ചെയ്യിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് റിയാക്ഷൻ പഠിക്കാനില്ല? ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ അനാലിസിസ് ഇല്ല? റിമൂവ് ചെയ്തു അല്ലെ? ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അത് പിന്നെ ഞങ്ങൾ പഠിക്കുമ്പോ തന്നെ അത് ടോക്സിക് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് മാറ്റാനൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടായി. അതിനകത്ത് ഇത്രയും ഉള്ളൂ. ഇപ്പൊ ഈ പിക്ചർ കാണില്ലേ? ഇത്രയും ഭംഗിയിൽ കാണില്ല, എന്നാൽ ഈ പിക്ചറിലൊക്കെ കാണുന്ന പോലെ തന്നെ നമ്മളൊരു സൊല്യൂഷൻ എടുക്കുന്നു. ആ സൊല്യൂഷനിൽ നമ്മൾ ആൽഡിഹൈഡ് ആണെന്നുണ്ടെങ്കിൽ ആ ആൽഡിഹൈഡിൽ കുറച്ച് ഈ നമ്മുടെ അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ഒഴിക്കുന്ന സമയത്ത് ഈ ടെസ്റ്റ് ട്യൂബിന്റെ താഴെയായിട്ട് ഒരു സിൽവർ മിറർ ലൈക്ക് ഒരു ഉണ്ട പോലെ കിട്ടും. കട്ടിയുള്ള ഒരു സാധനമല്ല. ഈ മെർക്കുറി ഒക്കെ ഇരിക്കുന്ന കണ്ടിട്ടില്ലേ? മെർക്കുറി ഒക്കെ ഇരിക്കുന്ന പോലെ ഒരു സാധനം കിട്ടും. അതാണ് ടൊളൻസ് ടെസ്റ്റ്. ഓക്കെ, അപ്പൊ ടൊളൻസ് ടെസ്റ്റിൽ ആ മെറ്റാലിക് സിൽവറിനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സിൽവറിന്റെ ഫോർമേഷൻ ആണ്. അത്രേ ഉള്ളൂ പഠിക്കാൻ. അത് ആൽഡിഹൈഡ്സ് ആണെങ്കിലാണ് കിട്ടുക. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഇത് ഐഡന്റിഫൈ ചെയ്യാനുള്ള വേറൊരു ടെസ്റ്റ് ആണ് നമ്മുടെ ഫെലിങ്സ് ടെസ്റ്റ്.
അപ്പൊ ഫെലിങ്സ് ടെസ്റ്റിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൊല്യൂഷൻസ് ഉണ്ട്, ഫെലിംഗ് സൊല്യൂഷൻ എയും ഫെലിംഗ് സൊല്യൂഷൻ ബിയും. അങ്ങനെ ഈ ഫെലിംഗ് സൊല്യൂഷൻ എ ഒരു 5 ml എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫെലിംഗ് സൊല്യൂഷൻ ബിയും 5 ml എടുക്കണം. രണ്ടും സിമിലർ എമൗണ്ട് എടുത്തിട്ട് വേണം മിക്സ് ചെയ്യാൻ. അതിനെ എടുത്തിട്ട് ഞാൻ ആൽഡിഹൈഡിൽ ഒഴിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവും. ആ റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റിനുള്ള റീസൺ ആണ് കോപ്പർ ഓക്സൈഡ്. ഓക്കെ, Cu2O. ഓക്കെ, ഈ Cu2O ന്റെ ഫോർമേഷൻ കാരണം കൊണ്ടാണ് എനിക്ക് അവിടെ റെഡിഷ് ബ്രൗൺ കളർ പ്രസിപ്പിറ്റേറ്റ് കിട്ടുന്നത്. അപ്പൊ അതാണ് ഫെലിങ്സ് ടെസ്റ്റിൽ സംഭവിക്കുന്നത്. അപ്പൊ ഫെലിങ്സ് ടെസ്റ്റ് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പറയാ ഫെലിങ്സ് ടെസ്റ്റ് ചെയ്യുക രണ്ട് റിയേജൻസ് വെച്ചിട്ടാണ്, ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയിട്ടുള്ള ഫെറസ് സൾഫേറ്റ് സൊല്യൂഷനും അതുപോലെ തന്നെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആണെന്നാണ് എന്റെ ഓർമ്മ. അപ്പൊ ഈ ഫെലിംഗ് സൊല്യൂഷൻ എയും ഫെലിംഗ് സൊല്യൂഷൻ ബിയും കൂടെ ഈക്വൽ അമൗണ്ട്സിൽ ഞാൻ മിക്സ് ചെയ്യുക. അത്രയൊന്നും നിങ്ങൾ എഴുതണ്ട. ഫെലിംഗ്സ് റിയേജന്റ് ഞാൻ ആൽഡിഹൈഡ് ആയിട്ട് മിക്സ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനിക്ക് ഒരു റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് കിട്ടുന്നു. ആ റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് കിട്ടുകയാണെങ്കിൽ അത് ആൽഡിഹൈഡ് ആണ്, കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ആൽഡിഹൈഡ് അല്ല. ഇത്രയും കാര്യം എഴുതിയാൽ മതി. ഓക്കെ, ഓക്കെ ആണോ ഷാഫത്തെ? ടോളറൻസ് ടെസ്റ്റിലാണോ ഫെലിംഗ്സ് ടെസ്റ്റിലാണോ എനിക്ക് സിൽവർ മെറർ കിട്ടുക? ഓക്കെ ആദിദേവ്, എന്നാ ക്യാമറ ഓഫ് ചെയ്തിരിക്കുക. ദേശ് ധർമ്മിക്ക് ഫെലിംഗ്സ് ടെസ്റ്റിൽ റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് കിട്ടാനുള്ള റീസൺ എന്ത് സാധനം കാരണം കൊണ്ടാണ് എനിക്ക് അവിടെ ഒരു റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് കിട്ടുന്നത്? എടാ നീ എന്തേലും പറയടാ. എന്താടാ? നീ അങ്ങനെ പറയല്ലേ, നീ കാര്യം പറ. ഞാൻ എന്തെന്ന് എന്നോട് ചോദിച്ചേ? അത് ഫെലിംഗ്സ് ടെസ്റ്റിലാണ് അത് കിട്ടണത് അല്ലെ? റീസൺ എന്താണെന്ന്, അവിടെ എന്തിന്റെ ഫോർമേഷൻ നടക്കുന്ന കാരണം കൊണ്ട് എനിക്ക് ആ റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് കിട്ടിയത്? അത് പോട്ടെ, ആൽഡിഹൈഡ് ആണെങ്കിലാണോ കീറ്റോൺ ആണെങ്കിലാണോ എനിക്ക് ആ റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് കിട്ടാം? ആൽഡിഹൈഡ് ആണെങ്കിലാണോ കീറ്റോൺസ് ആണെങ്കിലാണോ എനിക്ക് റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് കിട്ടാന്ന് ഫെലിംഗ്സ് ടെസ്റ്റ് ചെയ്യുമ്പോ? ഒരു തേങ്ങ ശ്രദ്ധിച്ചില്ലല്ലേ ഇപ്പൊ ഇത്ര നേരം? സിമ്പിൾ ആയിട്ട് കീറ്റോണെന്ന് ഡാ. അപ്പൊ ആൽഡിഹൈഡ് ആ പരിപാടി ഒന്നും നടക്കില്ല. ഇപ്പൊ 2 ഓപ്ഷൻ ഉള്ളതുകൊണ്ടല്ല. എന്നാ ഞാൻ വേറൊരു ഓപ്ഷൻ കൂടെ തരാം. എടാ, ആൽഡിഹൈഡ്സും കീറ്റോൺസ് ആണ് ടോളറൻസ് ടെസ്റ്റും ഇതേപോലെ തന്നെ ഫെലിംഗ്സ് ടെസ്റ്റും തരുന്നത്. ആൽഡിഹൈഡ്സ് ആയതുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിച്ചത്. ഞാൻ ചോദിച്ചത് ഈ ആൽഡിഹൈഡ്സ് അതിനകത്തേക്ക് ആഡ് ചെയ്യുമ്പോൾ എന്ത് സാധനത്തിന്റെ ഫോർമേഷൻ കാരണം കൊണ്ടാണ് ആ റെഡിഷ് ബ്രൗൺ കളർ കിട്ടണേന്ന്. റെഡിഷ് ബ്രൗൺ അതാര് കാരണം? Cu2O. Cu2O. അതുകൊണ്ടാണ് എനിക്ക് ആ റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് അവിടെ കിട്ടുന്നത്. ശരി, ഇതൊക്കെ വിട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇതിന്റെ ആൻസർ എനിക്ക് ആരാ പറഞ്ഞുതരാം? ഞാനിപ്പോ ഇത്ര നേരം പഠിപ്പിച്ച റിയാക്ഷന്റെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. എന്തോ ഒരു റിയാക്ഷൻ ഞാൻ ഫസ്റ്റ് വൺ നിങ്ങൾ നോക്കിക്കോ. നെയിം ദ പ്രൊഡക്റ്റ് ഒബ്റ്റെയിൻഡ് ബൈ ദ റിയാക്ഷൻ ബിറ്റ്വീൻ അസറ്റിക് ആസിഡ് ആൻഡ് എത്തനോൾ. അസറ്റിക് ആസിഡും എത്തനോളും കൂടെ റിയാക്ട് ചെയ്താൽ എന്താ കിട്ടാന്ന്? ആസിഡും ആൽക്കഹോളും. കമന്റ് ചെയ്തോ, എഴുതി നോക്കിട്ടാ. നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട, എഴുതാം. ആദ്യം തന്നെ അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? CH3COOH അല്ലേ? എത്തനോൾ എന്ന് പറഞ്ഞാലോ C2H5OH. ഇനി എഴുതിക്കോ, എന്താ പ്രൊഡക്റ്റ് കിട്ടണേ എന്നുള്ളത്? അസറ്റിക് ആസിഡ് ആൻഡ് എത്തനോൾ. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായി, ആൽക്കഹോളും ആസിഡും കൂടെ റിയാക്ട് ചെയ്താൽ എന്താ കിട്ടുക? എസ്റ്റർ. ROOR- എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടും എന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടായി.
യെസ്, എസ്ട്രിഫിക്കേഷൻ റിയാക്ഷൻ ആണ് ഭാവപ്രിയ, കറക്റ്റാ. അപ്പൊ നിങ്ങൾ എഴുതിയേ, നിങ്ങൾക്ക് എന്താ കിട്ടുന്നത് എന്നുള്ളത്? CH3 COOH പ്ലസ് C2H5OH. ഇത് രണ്ടും കൂടെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എസ്ട്രിഫിക്കേഷൻ റിയാക്ഷൻസിൽ വാട്ടർ മോളിക്യൂള് എലിമിനേറ്റ് ചെയ്ത് പോവും. അപ്പൊ ദേ ഇവിടുന്ന് ഒരു OHും ദേ ഇവിടുന്ന് ഒരു Hഉം കൂടിയിട്ട് അങ്ങോട്ട് പോവും അല്ലെ. ഇത് H2O ആയിട്ട് പോവും. ബാക്കി എന്തൊക്കെയല്ലേ? CH3 COO C2H5 എസ്റ്ററായില്ലേ പ്ലസ് വാട്ടർ. ഇതാണ് എസ്ട്രിഫിക്കേഷൻ റിയാക്ഷൻ. അപ്പൊ ഞാൻ അതാ പറഞ്ഞത്, ഇത് എപ്പോഴും ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കുള്ളൂ. ഞാൻ നിങ്ങൾ അതിന്റെ ബേസിക് കാര്യങ്ങൾ ആദ്യം പഠിപ്പിച്ചു. വുൾഫ് കിഷ്ണർ പഠിപ്പിച്ചു, റോസൻമണ്ട് പഠിപ്പിച്ചു, എസ്ട്രിഫിക്കേഷൻ റിയാക്ഷൻ പഠിപ്പിച്ചു. ഇങ്ങനത്തെ റിയാക്ഷൻസ് എനിക്ക് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ഏത് ക്വസ്റ്റ്യനാ ചോദിക്കാന്നുള്ളത് എനിക്ക് ഒരിക്കലും അറിയില്ല. ഇതിപ്പോ എത്തനോളിന് പകരം എത്തനോൾ തരാം, അവർക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും അവർക്ക് തരാം. ഓക്കെ, നിങ്ങളത് സോൾവ് ചെയ്യണം. അത് എഴുതി വെക്കിട്ടാ. കഴിഞ്ഞ ആൾക്കാർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിന്റെ പ്രൊഡക്റ്റ് എഴുതാൻ പറ്റുമോ നോക്ക്. ക്ലെമൻസൺ റിഡക്ഷൻ പറഞ്ഞോ, എന്താ പ്രൊഡക്റ്റ് കിട്ടണേന്ന് പറഞ്ഞോ. RRC ഡബിൾ ബോണ്ട് O. അതായത് ഒരു കീറ്റോൺ ആണ് ഇരിക്കുന്നത് അല്ലെ. ആ കീറ്റോണിനെ ഞാൻ സിങ്ക് അമാൽഗം HCl പ്രസൻസിൽ ട്രീറ്റ് ചെയ്യാൻ പോവാ. അപ്പൊ ഈ റിയാക്ഷന്റെ പേരെന്താ? ക്ലെമൻസൻസ് റിയാക്ഷൻസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ എന്ത് സംഭവിക്കുന്നു ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ക്ലെമൻസൻസ് റിയാക്ഷനില് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽഡിഹൈഡ് ആണെങ്കിലും കീറ്റോൺ ആണെങ്കിലും എന്തായിട്ട് മാറും? ഹൈഡ്രോ കാർബൺ ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ആ C ഡബിൾ ബോണ്ട് എന്തായി മാറി? C ഡബിൾ ബോണ്ടോ R ഗ്രൂപ്പ് ആയിട്ട് മാറും. അത്രേ ഉള്ളൂ. CH3, ഇവിടെയും ഒരു CH3, പിന്നെ എന്താ ഉണ്ടാവുക? ഇവിടെയും ഒരു CH3. ഇങ്ങനെയാണ് വരാം. പ്രൊപ്പെയിൻ വരും, 3 കാർബൺ ഉള്ള ഒരു മോളിക്യൂൾ. അതിങ്ങനെ എഴുതാം, CH3 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 CH2 CH3 ആയിരിക്കും. ഓക്കെ, എന്നാലും അത് ബാലൻസ് ആവുള്ളൂ. ഓക്കെ, ഇത്രേ സംഭവിച്ചുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ക്ലെമൻസൻസ് റിഡക്ഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ചെയ്യേണ്ടത് എന്താ? ആൽഡിഹൈഡ് ആണോ കീറ്റോൺ ആണോ, അന്നത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്തായി മാറും? കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ ആയിട്ട് മാറും. അത്ര മാത്രം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. പക്ഷെ ഈ പറയുന്ന സാധനങ്ങൾ ഏതിന്റെയൊക്കെയാണ് ആരുടെയൊക്കെയാണ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഒരു ബെൻസീൻ അവിടെ തന്നിട്ടുണ്ട്. CH3 CH2 CH3 പ്ലസ് 1. അടുത്ത നോക്കിക്കോ, ഒരു ബെൻസീൻ തന്നിട്ടുണ്ട്. COHCl പ്രസൻസിൽ അൺഹൈഡ്രസ് AlCl3യും കോപ്പർ ആയിട്ട് ഞാൻ ട്രീറ്റ് ചെയ്യാൻ പോവാ. ആ റിയാക്ഷൻ ഏതാണ്? ആൽഡിഹൈഡിൽ വരുമ്പോഴും സിമിലർ ആണ് കിട്ടുക ഷംസീന. ആൽഡിഹൈഡ് ആണെങ്കിലും കീറ്റോൺ ആണെങ്കിലും വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ പുറത്തുനിന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ചെയ്തത്? ഏതെങ്കിലും ഡൗട്ട് ആയിട്ടാണോ? അല്ല, ആണാ? എന്തേലും പറ. പറ. വെറുതെ ചോദിച്ചു. ഓക്കെ ഓക്കെ, ശരി. യെസ്, ജരിത ആൻഡ് അർജുൻ പറഞ്ഞത് കറക്റ്റ് ആണ്. നെക്സ്റ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഗെറ്റർമാൻ റിയാക്ഷൻ. അതിന്റെ പ്രൊഡക്റ്റ് ഭാവപ്രിയ പറഞ്ഞത് കറക്റ്റ് ആണ്. ബെൻസാൽഡിഹൈഡ് ആണ് ഫോം ചെയ്യുക. അതായത് ബെൻസീനെ, യെസ് അർജുൻ കറക്റ്റ് ആണ്. ബെൻസീനെ ഞാൻ COHCl പ്രസൻസിൽ
അൺഹൈഡ്രസ് AlCl3യുടെ പ്രസൻസിൽ കോപ്പർ ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോപ്പർ ക്ലോറൈഡ് ഒക്കെ ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും ഞാൻ പറഞ്ഞത്, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽഡിഹൈഡ് കിട്ടും. അപ്പൊ ബെൻസീൻ ആയതുകൊണ്ട് എനിക്ക് ബെൻസാൽഡിഹൈഡ് കിട്ടും. ആ റിയാക്ഷന്റെ പേരാണ് ഗെറ്റർമൻ റിയാക്ഷൻ. ഓക്കെ, ഗെറ്റർമൻ റിയാക്ഷൻ അല്ല, ഗെറ്റർമൻ കോച്ച് ആണ് കേട്ടോ. ജരിതയാണത് പറഞ്ഞത്, ഗെറ്റർമൻ കോച്ച്. ഗെറ്റർമൻ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ വേറെ ഗെറ്റർമൻ റിയാക്ഷൻ എന്ന് പറഞ്ഞൊരു റിയാക്ഷൻ ഉണ്ട്, നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് ഗെറ്റർമൻ കോച്ച് റിയാക്ഷൻ ആണ്. CO അല്ല, KOCH ആണ്. ഗെറ്റർമാൻ കോച്ച്, ഗെറ്റർമാൻ കോച്ച്. അപ്പൊ ഇവിടെ എനിക്ക് ബെൻസാൽഡിഹൈഡ് കിട്ടും. ബെൻസാൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിംഗില് ഒരു CH. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. റൈറ്റ് ഡൗൺ ദ സ്ട്രക്ചേഴ്സ് ഫോർ A, B and C. CH3, CH2, CHO അതിനെ ഞാൻ KMnO4 ആയിട്ട് ട്രീറ്റ് ചെയ്തു. CH3, CH2, CHO അതിനെ ഞാൻ KMnO4 ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ഇത് ആൽഡിഹൈഡ് ആണ്. KMnO4 is a strong. പ്രീവിയസ് സ്ലൈഡ് വേണോ? എന്നാ ഒരൊറ്റ മിനിറ്റ് ട്ടാ. യെസ്, കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ആൽഡിഹൈഡ് ആണ് ഇവിടെ ഉള്ളത്. അതിന് ഞാൻ KMnO4 ആയിട്ട് ട്രീറ്റ് ചെയ്യും. നമ്മൾ പണ്ടേ തുടങ്ങി പഠിച്ചിട്ടുണ്ട്. പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ഇസ് എ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആണോ, റെഡ്യൂസിങ് ഏജന്റ് ആണോ? എടാ, സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ആൽഡിഹൈഡിനെ ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് എന്താ കിട്ടാ? ആൽക്കഹോൾ കിട്ടും, സോറി ആസിഡ് കിട്ടും അല്ലെ? ആസിഡ് കിട്ടും. സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് അല്ല. നോർമൽ ഓക്സിഡേഷൻ ആണെങ്കിൽ എനിക്ക് ആൽക്കഹോൾ കിട്ടും. ഇതൊരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആയതുകൊണ്ട് എനിക്ക് എന്താ കിട്ടാ? നേരെ ആസിഡാ കിട്ടാ. അപ്പൊ ഇതിന്റെ ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് CH3, CH2, COOH. പ്രൊപ്പനോയിക് ആസിഡ് കിട്ടും. CH3, CH2, COOH. കറക്റ്റ് ആണ് അർജുൻ, പ്രൊപ്പനോയിക് ആസിഡ്. അടുത്തത് നോക്കിക്കോ. CH3, CH2, CO, CH3 സിങ്ക് അമാൽഗം HCl ആയിട്ട് ഞാൻ ട്രീറ്റ് ചെയ്താൽ എനിക്ക് എന്താണ് കിട്ടുക? ഇതിനതേ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ ആക്കിക്കോ. ദേ ഈ CO ഗ്രൂപ്പിനെ മാറ്റിയിട്ട് ആൽക്കൈൽ ഗ്രൂപ്പ് കൊടുത്താൽ സാധനം സെറ്റായി. എന്താ കിട്ടാ? CH3, CH2 എന്താ കിട്ടാ? യെസ്, CH2, CH3. അത്രേ ഉള്ളൂ. അതന്നെ പറഞ്ഞത്. നിങ്ങൾ ആ റിയേജന്റ് പഠിക്കുക. ഈ റിയേജന്റും ഈ സാധനം കൂടെ റിയാക്ട് ചെയ്ത് എനിക്ക് എന്ത് പ്രൊഡക്റ്റ് കിട്ടുന്നു മാത്രം പഠിച്ചാൽ മതി. പിന്നെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് എഴുതാം. ഇപ്പൊ എന്തോരം ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്ലെമൻസൻ വെച്ചിട്ട് ചോദിച്ചത്, സിങ്കമാൽഗം വെച്ചിട്ട്. അപ്പൊ നിങ്ങൾ ആ ക്ലെമൻസൻസ് റിയാക്ഷൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചെയ്തുകൂടെ? യെസ്, കറക്റ്റ് ആണ് അർജുൻ. ഓക്കെ, CH3, CH2, CH2, CH3 ആണ് നമ്മുടെ പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റിന്റെ പേരും കൂടെ ചോദിക്കുന്നുണ്ട് കേട്ടോ, ബ്യൂട്ടൈൻ. ഓക്കെ, ദേ താഴെ അതാണ് ബി ക്വസ്റ്റ്യൻ. റൈറ്റ് ദി IUPAC നെയിംസ് ഓഫ് A, B and C. പ്രൊപ്പനോയിക് ആസിഡും ബ്യൂട്ടൈനും. യെസ്, ഇനി തേർഡ് റിയാക്ഷൻ നോക്കിക്കോ. CH3, CH2, CH2, COOH ബ്രോമീന്റെയും റെഡ് ഫോസ്ഫറസിന്റെയും പ്രസൻസിൽ ട്രീറ്റ് ചെയ്യുന്നു. ആ റിയാക്ഷൻ ഞാൻ പറഞ്ഞു തന്നിട്ടില്ല, ഇത്ര നേരം പറഞ്ഞു തന്നിട്ടില്ല, അത് കാണിച്ചു തരാം. എന്നാൽ അതിനകത്ത് എന്താ സംഭവിക്കാം? ബ്രോമിനായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും കിട്ടുക? CH3, CH2, CH3, CH2, CH, Br, COOH. അപ്പൊ അവിടെ എന്താ സംഭവിച്ചത്? ഈ പറഞ്ഞ CH3, CH2 ഇവിടെ ഉണ്ട്, CH3, CH2 ഇവിടെ ഉണ്ട്. ഈ COOH ഇവിടെ ഉണ്ട്. ഇവിടെ ഈ CH2-നകത്തുനിന്ന് ഒരു H പുറത്തേക്ക് പോയി. ഓക്കെ, അവിടെ എന്താ എന്നിട്ട് കയറിയത്? ഒരു ഒരു Br മോളിക്യൂൾ കയറി. അപ്പൊ നമുക്ക് അവിടെ എന്താ സംഭവിച്ചത്? നമ്മുടെ ഇവിടെ ബ്രോമിൻ എന്ന് പറയുമ്പോൾ Br2 ഉണ്ട്. അപ്പൊ ഒരു Br വന്നിട്ട് ഈ Hന് പകരം ഇവിടെയും കയറി. ബാക്കി നമുക്ക് ഇവിടെ ഒരു HBr പുറത്തേക്കും പോകും. ഓക്കെ, അപ്പൊ എന്താ സംഭവിച്ചത് നിങ്ങൾ ഒന്നും കൂടെ നോക്കിക്കോ. ബ്രോമിനും റെഡ് ഫോസ്ഫറസും ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. പ്രത്യേകിച്ച് വേറെ ഒരു വ്യത്യാസവും വന്നില്ല. ഇവിടെ വന്നിട്ട് ഇവിടെ എന്താ സംഭവിച്ചത്? നമ്മുടെ ആൽഫ കാർബണിൽ വന്നിട്ട് CH3 ആൽഫ കാർബൺ ഏതാന്ന് ഓർമ്മയുണ്ടോ?
ഇത് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തേക്കുന്ന കാർബൺ ആൽഫ കാർബൺ. അവിടെയാണ് ആ ചേഞ്ച് വന്നത് കേട്ടോ. ആ CH3 CH2 ഇവിടുന്ന് ഒരു H പോയി, CH ആയി. എന്നിട്ട് അവിടെ Br കയറി. ആ H പോയ സ്ഥലത്താണ് Br കയറിയത് കേട്ടോ. ബാക്കി ഒരു വ്യത്യാസം ഇല്ല. ബാക്കി അങ്ങനെ തന്നെ COOH. H ഒരെണ്ണം പുറത്തേക്ക് പോയില്ലേ, അതിനൊറ്റയ്ക്ക് വെറുതെ വിടാൻ പറ്റോ? ഇല്ല. ആ Hന്റെ കൂടെ Br കൂടെ പോയിട്ട് HBr. ഓക്കെ, ഇങ്ങനെയാണ് ആ പ്രൊഡക്റ്റ് കിട്ടുക. ഇനി ഇതിനൊരു പേരിട്ടെ. എവിടെന്നാ നമ്മൾ നെയിമിങ് സ്റ്റാർട്ട് ചെയ്യാ? ഏറ്റവും ആർക്കാണ്? യെസ്, കറക്റ്റ് അർജുൻ. ആർക്കാ പേരിടാ ഫസ്റ്റ്? അക്ഷയ. നമ്മൾ എന്തിന്റെ ബേസിസിലാണ് നമ്മൾ പേരിടുന്നത്? യെസ്, ആൽഫ ക്ലോറോ അല്ല, ആൽഫ ബ്രോമോ ആട്ട വരാം. ബ്രോമിൻ അല്ല ഇവിടെ ഇട്ടത്, ബ്രോമിൻ. അതുകൊണ്ടാണ് കേട്ടോ. അത് മെറ്റീരിയലിൽ ഉണ്ട്, ഒരു കറക്ഷൻ ഉണ്ട്. ക്ലോറോ എന്നാണ് അവിടെ കൊടുത്തേക്കുന്നത്. അപ്പൊ ക്ലോറിൻ കൊടുത്താലാണ് അവിടെ ക്ലോറോ വരാ. ബ്രോമിൻ വന്ന ബ്രോമോ ആണ് വരിക. ഓക്കെ, അത് അവർ ഏത് ഹാലജന തരാന്ന് വെച്ചാൽ അതാണ് അവിടെ വരിക. യെസ്, HVZ റിയാക്ഷൻ ആണ്. അപ്പൊ HVZ റിയാക്ഷൻ ആണ് ഞാൻ പിന്നെ പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞത്. അപ്പൊ HVZ റിയാക്ഷൻ എന്ന് പറഞ്ഞ റെഡ് ഫോസ്ഫറസ് ആയിട്ട് വരുന്ന റിയാക്ഷൻസ് ആണ്. കുറച്ച് നീങ്ങോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കണ്ടില്ല. ഗൗരി എന്താണ്, ഏതിന്റെ ആൻസറാ വേണ്ടത്? ഈ തേർഡിന്റെ ആൻസർ ആണെങ്കിൽ ഞാൻ ഒന്നും കൂടി എഴുതി തരാം. CH3 CH2 CHBr COOH. ഇതിന്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ ക്ലോറോ അങ്ങനെ എഴുതിയില്ലെങ്കിലും 2 ബ്രോമോ ബ്യൂട്ടനോയിക് ആസിഡ് എന്ന് ഇട്ടാൽ മതി. ബ്യൂട്ടനോയിക് ആസിഡ്. അതെങ്ങനെയാ ഞാൻ ആ പേരിട്ടത്? ഫസ്റ്റ് ഞാൻ എന്റെ ഫങ്ഷണൽ ഗ്രൂപ്പിന് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ആൾക്ക് വേണ്ടി നമ്മൾ നെയിമിങ് ആദ്യം കൊടുക്കാൻ, അതുകൊണ്ട് ഞാൻ ആസിഡിന് ഫസ്റ്റ് കൊടുത്തു. പിന്നെ 2, 3, 4 കൊടുത്തു അല്ലെ. സെക്കൻഡ് പൊസിഷനിലാണ് ബ്രോമിൻ വരാ. അപ്പൊ സെക്കൻഡ് പൊസിഷനിൽ ബ്രോമിൻ വരുന്നോണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? 2 ബ്രോമോ എന്ന് പറയാൻ പറ്റും. ഓക്കെ, പിന്നെ 4 കാർബൺ മൊത്തത്തിലുണ്ട്. അപ്പൊ ബ്യൂട്ടാൻ. അത് ആസിഡ് ആണ്, കാർബോക്സിലിക് ആസിഡ് ആയതുകൊണ്ട് ഓയിക് ആസിഡ്. 2 ബ്രോമോ ബ്യൂട്ടനോയിക് ആസിഡ്. ഇതാണ് നെയിമിങ്ങിലും വരുന്നത്. കഴിഞ്ഞോ? ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞോ? യെസ്. അടുത്ത നോക്കിക്കോ. ഇതേപോലെ ഈ ചാപ്റ്ററിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് കാനിസാരോ റിയാക്ഷൻ. കാനിസാരോ റിയാക്ഷൻ അതിന്റെ ബേസിസിൽ നമ്മൾ ആസിഡിന്റെ സ്ട്രെങ്ത് പറയാ. അതുപോലെ തന്നെ ആരാണ് കാനിസാരോ റിയാക്ഷൻ അണ്ടർഗോ ചെയ്യുക, ആരാണ് കാനിസാരോ റിയാക്ഷൻ അണ്ടർഗോ ചെയ്യാതിരിക്കുക. അപ്പൊ ആദ്യം കാനിസാരോ റിയാക്ഷൻ എന്താന്ന് പഠിച്ചോ. കാനിസാരോ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത aldehydes. The aldehydes which does not have an alpha hydrogen undergoes self-oxidation and reduction. അതായത് അവര് സ്വയം ഓക്സിഡേഷനും റിഡക്ഷനും ഒറ്റയടിക്ക് ഒരുമിച്ച് അങ്ങനെ അണ്ടർഗോ ചെയ്യും. ആരുടെ പ്രസൻസില്? ഒരു കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ആൽക്കലിയുടെ പ്രസൻസിൽ. കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ആൽക്കലി നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത് NaOH ആണ്. ഓക്കെ, ഇതിപ്പോ ആരുടെ കേസിലാണ് നടക്കുന്നത്? കാനിസാരോ റിയാക്ഷൻ സ്വന്തമായിട്ട് ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത ആൽഡിഹൈഡ്സ്. ആൽഫ ഹൈഡ്രജൻ എന്താന്ന് ഒന്നും കൂടെ ആലോചിച്ചോ. ആൽഫ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ചെന്ന് അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബൺ അല്ലെ. ഫങ്ഷണൽ ഗ്രൂപ്പ് ഇരിക്കുന്നതിന്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന കാർബൺ ആണ് ആൽഫ കാർബൺ. അതിന്റെ ഇപ്പുറത്തുള്ളത് ബീറ്റ, പിന്നെ ഗാമ, അങ്ങനെയല്ലേ പോകുന്നത്. അപ്പൊ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ തൊട്ടപ്പുറത്തുള്ളത് ആൽഫ കാർബൺ. അങ്ങനെ ആൽഫ കാർബണില് ഹൈഡ്രജൻസ് ഇല്ലാത്ത ആൾക്കാർ മാത്രമേ കാനിസാരോ അണ്ടർഗോ ചെയ്യുള്ളൂ. തെറ്റിക്കരുത്. ഓക്കെ, അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരെ അപ്പൊ എന്ത് ചെയ്യുന്ന പറയുന്നത്? ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഹൈഡ്രോക്സൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ആൽക്കലി ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ സ്വന്തമായിട്ട് ഓക്സിഡേഷനും സ്വന്തമായിട്ട് റിഡക്ഷനും ചെയ്തിട്ട് 2 കറസ്പോണ്ടിങ് പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്? ഈ പറയുന്ന ആളുടെ കറസ്പോണ്ടിങ് ആൽക്കഹോളും കറസ്പോണ്ടിങ് സോഡിയം സോൾട്ടും പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് കാനിസാരോ റിയാക്ഷനിൽ സംഭവിക്കുന്നത്. അപ്പൊ കാനിസാരോ റിയാക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ എടുത്തേക്കുന്ന കോമ്പൗണ്ടിൽ ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചേക്കുന്നത്? ഇതിൽ ആർക്കാണ് കാനിസാരോ റിയാക്ഷൻ നടക്കാത്തതെന്ന്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇതിൽ ആർക്കാണ് ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്തതെന്ന് കണ്ടുപിടിക്കണം. ആൽഫ ഹൈഡ്രജൻ എങ്ങനെ ഇല്ലാത്തത് നമ്മൾ കണ്ടുപിടിക്കുക? എന്തിന്റെ ബേസിസിലാണ് നമ്മൾ കണ്ടുപിടിക്കുക?
ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബൺ ഹൈഡ്രജൻ ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെ CHO എന്ന് പറയുന്നതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. അത് പോയി അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബണിൽ ഹൈഡ്രജൻസ് ഉണ്ടോ എന്ന് നോക്കാം. ഹൈഡ്രജൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലുണ്ട്. ഓക്കെ, അപ്പൊ ആൻസർ ഏതാണ്? സാൻഡ്ര പറഞ്ഞിട്ടുണ്ട് ഓപ്ഷൻ ഡി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. അതായത് അതെ C6H5CHO. ഓക്കെ, CH3CHO ആണെന്ന് അർജുൻ പറഞ്ഞു. എടാ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നിങ്ങൾ എല്ലാവരും നോക്കട്ടെ. ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നോക്ക്. കാനിസാരോ റിയാക്ഷൻസ് നടക്കുന്നത് ആർക്കാ? ആൽഡിഹൈഡ്സ് which does not have alpha hydrogen. ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്തവർക്കാണ് അത് നടക്കുന്നത്. ആൽഫ ഹൈഡ്രജൻ ഉള്ളത് ആർക്കാന്നല്ലാത്ത ക്വസ്റ്റ്യൻ. എല്ലാരും ശ്രദ്ധിച്ചോ. ഈ പറയുന്ന 4 ആൾക്കാരെയും നിങ്ങളൊന്ന് എഴുതി നോക്കിയേ. എന്നിട്ട് അതിലത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാന്ന് ഐഡന്റിഫൈ ചെയ്യുക. ആ ഫങ്ഷണൽ ഗ്രൂപ്പ് ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം ആൽഫ കാർബൺ ഐഡന്റിഫൈ ചെയ്യുക. ആൽഫ കാർബൺ ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം നിങ്ങൾ നോക്കുക ഇതിനകത്ത് ഹൈഡ്രജൻസ് ഉണ്ടോ ഇല്ലയോ. എഴുതി നോക്കുക. അർജുനെ CH3CHO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് വരാം? നീ CH3CCHO ആണ് ഉദ്ദേശിച്ചത്. ഏതാണെങ്കിലും CHO എന്ന് പറഞ്ഞ ഫങ്ഷണൽ ഗ്രൂപ്പ് അതിനെ പോയി അറ്റാച്ച് ചെയ്തേക്കുന്നത് ഈ കാർബൺ ആണെന്നുണ്ടെങ്കിൽ അതിന് 3 ഹൈഡ്രജൻ ഇല്ലേടാ. അപ്പൊ 3 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ അതല്ല ആൻസർ. ഇനിയിപ്പോ ഈ ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കോ. CH3C യെസ് ഓപ്ഷൻ ഡി ആണെന്ന് കുറെ പേര് ഇപ്പൊ പറയുന്നുണ്ട്. അതിങ്ങനെയാ വരാ CHO CCl. എടാ ഇതിന് യെസ് കറക്റ്റ് ആണ്. ഇപ്പൊ ഇതിന് എവിടെയെങ്കിലും ഹൈഡ്രജൻ ഉണ്ടോ? ഇതാണ് നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ തൊട്ടപ്പുറത്തുള്ള കാർബൺ ആൽഫ കാർബൺ. ആൽഫ കാർബണിലേക്ക് അറ്റാച്ച് ചെയ്തേക്കണ ഏതെങ്കിലും ഹൈഡ്രജൻ നിങ്ങൾക്ക് കാണാനുണ്ടോ? ഇല്ല, എല്ലാം ക്ലോറിൻ ആറ്റംസ് ആണ്. അപ്പൊ ഇതാണ് ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത ആള് അല്ലേ? ശരി. അപ്പോ ദാറ്റ് അണ്ടർഗോസ് കാനിസാരോ റിയാക്ഷൻ. ശരി, ഇനി ആസിഡ് സ്ട്രെങ്ത് നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ആസിഡ് സ്ട്രെങ്ത് ഇത് എവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് മോർ അസിഡിക് എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത്. Cl3COOH ആണോ, Cl2CHCOOH ആണോ, Cl2CH2COOH ആണോ, CH3COOH ആണോ? ആർക്കായിരിക്കും മോർ അസിഡിറ്റി? അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആദ്യത്തേൽ എന്ന് പറഞ്ഞ CH3COOH എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ക്ലോറിൻ ഒന്നും വന്നിട്ടില്ല. മറ്റേനകത്ത് 1 ക്ലോറിൻ വന്നിട്ടുണ്ട്, അടുത്തതിനകത്ത് 2 ക്ലോറിൻ വന്നിട്ടുണ്ട്, അടുത്തതിനകത്ത് 3 ക്ലോറിൻ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ക്ലോറിൻ എന്ന് പറഞ്ഞ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആണോ, ഇലക്ട്രോൺ വലിക്കുന്ന ആളാണോ, ഇലക്ട്രോൺ ഗെയിനിങ് ആണോ, ഇലക്ട്രോൺ റിച്ച് ആണോ, ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണോ? എന്തായിരിക്കും സംഭവിക്കാം? അസിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അതൊന്ന് പറഞ്ഞേ. ഒരു സാധനം അസിഡിക് ആണെന്ന് പറയാനാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സാധനത്തിന്റെ അസിഡിറ്റി നമ്മൾ എന്തിന്റെ ബേസിസിലാ പറയാ? അതെനിക്ക് ആരാ പറഞ്ഞുതരാ? ഒരു കാര്യം അസിഡിക് ആണോ എന്നുള്ളത് കാർത്തിക് എനിക്ക് പറഞ്ഞേ. എന്തിന്റെ ബേസിസിലാണ് നമ്മൾ അസിഡിക് ആണോ എന്ന് പറയാ? അതായത് ഇപ്പൊ ഞാൻ ഇവിടെ അസിഡിറ്റി റേഞ്ച് ചെയ്യാൻ പറഞ്ഞില്ലേ. അപ്പൊ എന്തിന്റെ ബേസിസിലാണ് കാർത്തിക് നോക്കിയിട്ട് പറയുന്നത് അസിഡിക് ആണോ അല്ലയോ എന്നൊക്കെ പറയാ? ക്ലോറിൻ ആറ്റം വെച്ചിട്ട്. പക്ഷെ അത് എന്തുകൊണ്ട് നമ്മൾ ക്ലോറിൻ ആറ്റം വെച്ച് പറയുന്നത്? ക്ലോറിൻ ആറ്റം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മോർ അസിഡിക് ആണ്, ക്ലോറിൻ ആറ്റം കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അസിഡിറ്റി കുറയും എന്നൊക്കെ പറയാനുള്ള റീസൺ എന്താ? ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് ആണ് ആർക്കുള്ളത്? ക്ലോറിനുള്ളത്. അപ്പൊ ഇലക്ട്രോണിനെ വലിച്ചെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? മോർ അസിഡിക് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ക്ലോറിൻ എന്ന് പറയുന്നത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണെന്ന് നമുക്കറിയാം. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിന്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ അസിഡിറ്റി കൂടുമെന്ന് അറിയാം. അപ്പൊ ഈ പറയുന്ന 4 ആസിഡ്സ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. ഇതിനകത്ത് ഒറ്റ ക്ലോറിനും ഇല്ല.
ഇതിനകത്ത് ഒരു ക്ലോറിൻ ഉണ്ട്, ഇതിനകത്ത് 2 ക്ലോറിൻ ഉണ്ട്, ഇതിനകത്ത് 3 ക്ലോറിൻ ഉണ്ട്. ഇതിനകത്ത് ഒറ്റ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഇല്ല, ഇതിനകത്ത് ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ട്, ഇതിനകത്ത് 2 എണ്ണം ഉണ്ട്, ഇതിനകത്ത് 3 ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് ഉണ്ട്. അങ്ങനെയാണ് അത് അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സിന്റെ എണ്ണം കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അസിഡിറ്റി കൂടും. അപ്പൊ ഇതാണ് ആ ഓർഡർ എന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ക്ലോറിൻ ഉള്ള ആളായിരിക്കില്ല ഏറ്റവും അസിഡിക്. അത്രയേ ഉള്ളൂ. ഇതിന്റെ ബേസിസിലാണ് നിങ്ങൾ ആസിഡിന്റെ സ്ട്രെങ്ത് എഴുതേണ്ടത്. ഓക്കെ, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അസിഡിറ്റി കൂടും. ഓക്കെ ആണോ? ശരി. നെക്സ്റ്റ് ഡേ ഈ ക്വസ്റ്റ്യൻ ഇത് പറയുന്നതിന് മുമ്പ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞുതരാന്ന് പറഞ്ഞ റിയാക്ഷൻ, HV-Z റിയാക്ഷൻ. HV-Z റിയാക്ഷനിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാലജനും അതുപോലെ തന്നെ കാർബോക്സിലിക് ആസിഡും കൂടെ ട്രീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് നിന്ന് ഇപ്പൊ ഏത് ഹാലജൻ ആണെങ്കിലും അതില് ഒരാള് ഇവിടെ കയറിയിരിക്കും ആ ആൽഫ പൊസിഷനില്. ഓക്കെ, അപ്പൊ അവിടെ നിന്ന് ഒരു ഹൈഡ്രജൻ പുറത്തേക്ക് പോവും. ആ ഹൈഡ്രജനും ഇതിൽ ബാക്കിയുള്ള ഒരാളും കൂടിയിട്ട് HCl ആയിട്ട് പുറത്തേക്ക് പോവുകയും ചെയ്യും. നമ്മുടെ ഒരു ക്ലോറിൻ കയറിയിട്ട് ഇതിന്റെ ഇടയിൽ കയറിയിരിക്കുകയും ചെയ്യും ആൽഫ പൊസിഷനിൽ. അപ്പൊ HV-Z റിയാക്ഷനിൽ ഒരു ആസിഡ് ഉണ്ട്, അതിനെ ഹാലജൻ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. എന്തിന്റെ പ്രസൻസിൽ? അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. റെഡ് ഫോസ്ഫറസിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ നല്ല ഹെവി ടെമ്പറേച്ചർ കണ്ടീഷനും ആയിരിക്കും. ഓക്കെ, CH3CH2 COH എന്ന് പറഞ്ഞ ആസിഡാണ് ഞാൻ ഇവിടെ എടുത്തത്. അത് ഏത് ആസിഡ് വേണമെങ്കിലും ആവാം. ഏത് ആസിഡ് ആയാലും നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ആൽഫ പൊസിഷനിൽ നിന്ന് ഒരു ഹൈഡ്രജൻ പോകും. അവിടുന്ന് ഒരു ഹൈഡ്രജൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏത് ഹാലജൻ ആണെങ്കിലും ആ ഹാലജൻ അവിടെ പോയിരിക്കും. ക്ലോറിൻ ആണെങ്കിൽ ക്ലോറിൻ, ഇപ്പൊ ഇവിടെ ഞാൻ ക്ലോറിൻ എടുത്തത്. ബ്രോമിൻ ആണെങ്കിൽ ആ ബ്രോമിൻ അവിടെ കയറിയിരിക്കും. ഫ്ലൂറിൻ ആണെങ്കിൽ ഫ്ലൂറിൻ അവിടെ കയറിയിരിക്കും. അവിടെ അത് കയറുന്ന സമയത്ത് ഒരു ഹൈഡ്രജൻ പുറത്തേക്ക് പോകുന്നുണ്ട്. ഓക്കെ, ആ ഹൈഡ്രജന്റെ കൂടെ നമ്മുടെ കൂടി ഇരിക്കുന്ന ബാക്കിയുള്ള ഫ്ലൂറിൻ ആണെങ്കിൽ ഫ്ലൂറിൻ, ബ്രോമിൻ ആണെങ്കിൽ ബ്രോമിൻ, അതും പുറത്തേക്ക് പോകും. ഇങ്ങനെയാണ് HV-Z റിയാക്ഷനിൽ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നത്. ഇനി നിങ്ങൾ ഈ റിയാക്ഷൻ ഒന്ന് എഴുതി തന്നെ. CH3CH2 COOH ക്ലോറിൻ ആയിട്ട് ട്രീറ്റ് ചെയ്തു റെഡ് ഫോസ്ഫറസിന്റെ പ്രസൻസിൽ. വേഗം എഴുതിക്കോട്ടെ, ഞാൻ ആരോട് വേണമെങ്കിലും ചോദിക്കാട്ടാ. ഇതിൽ ആൽഫ കാർബൺ ഏതാന്ന് ഐഡന്റിഫൈ ചെയ്യാം. ആൽഫ കാർബണിൽ നിന്ന് ഒരു ഹൈഡ്രജനെ മാറ്റാം. ആ ഹൈഡ്രജന് പകരം ഒരു ഹാലജനെ കൊടുക്കാം. ആ ഹാലജൻ അവിടെ കൊടുക്കുമ്പോൾ ആ പുറത്തു പോയ ഹൈഡ്രജനും ബാക്കിയുള്ള ഹാലജനും കൂടിയിട്ട് മറ്റേ ബാക്കിയുള്ള ബൈ പ്രൊഡക്റ്റ്. ഇത്രയേ ഉള്ളൂ ആ റിയാക്ഷൻ. അർജുൻ അശോകൻ എനിക്ക് പറഞ്ഞേ, എവിടെ പോയി അർജുനെ? പറഞ്ഞായോ? അർജുൻ പറയടാ, അൺമ്യൂട്ട് ആക്കാൻ പറ്റല്ലേ? ഇപ്പൊ പറ്റണ്ടോ? എന്താടാ ഞാൻ നിനക്ക് ഇങ്ങനെ റിക്വസ്റ്റ് അയച്ചുകൊണ്ടിരിക്കണ്ട, ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല. ഹലോ, അതെന്താ? എടാ ക്യാമറ ഓൺ ചെയ്ത കെവിനെ നിന്നെ കണ്ടിട്ട് എത്ര ദിവസമായിട്ട് ഞാൻ പോയാ. കെവിനെ, ഫാത്തിമ, അൽഷിദ, ആനോൺ, റിയാൻ, തമന്ന, യെസ് കറക്റ്റ് ആണ് കേട്ടോ. ബാപ്രിയ കറക്റ്റ് ആണ്. 1 2 3 ക്ലോറോപ്രോപ്പനോ. യെസ് അർജുൻ കറക്റ്റ് ആണ്. എടാ നിങ്ങൾ ക്യാമറ ഓൺ ചെയ്ത്. റിയാൻ എനിക്ക് എന്റെ ആൻസർ പറഞ്ഞേ. റിയാൻ ക്യാമറ ഓൺ ചെയ്തേ, എന്നിട്ട് എനിക്ക് ആൻസർ പറഞ്ഞേ. ഇല്ല പറ്റില്ല എന്നാണോ? എടാ ഒന്ന് പറഞ്ഞതാടാ. പോയാ റിയാനെ?
സരിത ടീച്ചർ ഇവരൊന്ന് നോക്കണേ. യെസ്, റയാൻ CH3C. ശരിയായില്ല. അലാനയുടെയും ശരിയായില്ല. ഒരു സാധനം ആവശ്യമില്ലാണ്ട് അവിടെ കയറി വന്നു. ഒന്നും കൂടെ ചെക്ക് ചെയ്ത് രണ്ടുപേരും. ഒരു 2 അനാവശ്യമായിട്ട് കയറി വന്ന പോലെ തോന്നുന്നുണ്ടോ അലാനയ്ക്ക്? ആ, അത്രേ ഉള്ളൂ. ചെറിയ ശ്രദ്ധ കുറവേ ഉള്ളൂ. പക്ഷെ പ്രൊഡക്റ്റ് മാറും, ഉത്തരം തെറ്റും. റയാന്റെ ഒന്ന് വേഗം പോയി നോക്കിയ റയാൻ എന്താ പറ്റിയെന്നുള്ളത്. ബാക്കിയുള്ള ഓ ഒക്കെ എവിടെ പോയി? കാർബോക്സിലിക് ആസിഡിന്റെ OH ഞാൻ കളയാൻ പറഞ്ഞിണ്ടായ? ഇല്ലല്ല. COOH അവിടെ തന്നെ വേണം. ഞാൻ ആകെ പറഞ്ഞത് ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് അവിടെ ഒരു ഹാലജനെ കൊടുത്തു. ആ പോണ ഹൈഡ്രജന്റെ കൂടെ ഒരു ഹാലജനെയും കൊടുത്തു. ഇത്രയും ഞാൻ പറഞ്ഞുള്ളൂ. ലക്ഷ്മിയുടെ കറക്റ്റ് ആണ്. CH3CH. പിന്നെ CH3CHCl COH. കറക്റ്റാ. ഏഞ്ചലിന്റെ കറക്റ്റ് ആണ്. യെസ്. ബാക്കിയുള്ള എല്ലാവരുടെയും കറക്റ്റ് ആണെന്ന് തോന്നുന്നു. യെസ്, ആൻഡ്രിയ. യെസ്. അപ്പൊ എന്താണ് നോക്കിയേ? CH3 CH2 ഒരു ഹൈഡ്രജനെ ഞാൻ കളഞ്ഞു. ഓക്കെ, അതിന് പകരം ഞാൻ ഇവിടെ നിന്ന് ഒരു ക്ലോറിൻ അവിടെ കൊടുത്തു, Cl. ബാക്കി അങ്ങനെ തന്നെ COOH. ബാക്കി ദേ ഇവിടുന്ന് പോയ ഒരു ഹൈഡ്രജനും ദേ ഇവിടുന്ന് ബാക്കി ഒരു ക്ലോറിനും കൂടിയിട്ട് HCl. ദേ ഇങ്ങനെയാണ് കിട്ടുക. മനസ്സിലായ? ഇത്രേ ഉള്ളൂ. സന്തോഷായി. ഒരെണ്ണെങ്കിലും എനിക്ക് കിട്ടിയെന്നൊക്കെയാണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരി. നെക്സ്റ്റ്, ബെൻസോയിക് ആസിഡിന്ന് ബെൻസാൽഡിഹൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന റിയാക്ഷൻ പഠിച്ചു. ഇങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. ബെൻസീൻ ടു ബെൻസാൽഡിഹൈഡ്, ബെൻസാൽഡിഹൈഡ് ടു ബെൻസോയിക് ആസിഡ്, പിന്നെ ടൊളുവിൻ ടു ബെൻസാൽഡിഹൈഡ്, ടൊളുവിൻ ടു ബെൻസീൻ, അങ്ങനെ എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ റിയാക്ഷൻ നോക്കിക്കോ. ബെൻസോയിക് ആസിഡിന്ന് ബെൻസാൽഡിഹൈഡ് ആക്കാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ നേരത്തെ പഠിച്ച കാര്യമാണ്, എന്നാലും നിങ്ങൾ ഒന്നും കൂടെ നോക്കിക്കോ. SOCl2 ആയിട്ട് ഞാൻ ട്രീറ്റ് ചെയ്തപ്പോ എന്ത് സംഭവിച്ചു? ഈ പറഞ്ഞ പേനോട് ആരാ മാറാൻ പറഞ്ഞത്? ശരി. അവിടെ എന്താ ചെയ്തത്? SOCl2 ആയിട്ട് ട്രീറ്റ് ചെയ്ത സമയത്ത് കറസ്പോണ്ടിങ് ആയിട്ട് ദേ ആ OH മാറിയിട്ട് അവിടെ Cl ആയിട്ട് മാറി. അങ്ങനെ Cl ആയിട്ട് മാറി കഴിഞ്ഞിട്ട് ഞാൻ അതിനെ പിടിച്ചിട്ട് ഞാൻ എന്താ ചെയ്തത്? റിഡക്ഷൻ ചെയ്തു. എന്ത് റിഡക്ഷൻ? ആദ്യം തന്നെ പഠിച്ചത് ഏതാ? റോസൻമണ്ട് റിഡക്ഷൻ. ഓക്കെ, ഞാൻ അവിടെ എന്താ ചെയ്തത്? പലേഡിയം ആയിട്ട് ട്രീറ്റ് ചെയ്തു. എന്തിന്റെ പ്രസൻസില്? BaSO4ന്റെ പ്രസൻസില്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആസിഡ് ക്ലോറൈഡ് എന്തായിട്ട് കൺവേർട്ട് ആവും? ആസിഡ് ക്ലോറൈഡ്സ് ആൽഡിഹൈഡ് ആയിട്ട് മാറും. നമുക്ക് അത്രയല്ലേ വേണ്ടൂ. ബെൻസാൽഡിഹൈഡ് ഉണ്ടാക്കാൻ പറ്റിയില്ലേ? ഓക്കെ, ഈ റിയാക്ഷൻസ് ഒക്കെ കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. മനസ്സിലായ? അത് ഒരു ദിവസം കൊണ്ട് കിട്ടില്ല. നിങ്ങൾ ഇങ്ങനെ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുമ്പോ തന്നെ പറ്റുള്ളൂ. അത് പേടിക്കേണ്ട കാര്യമില്ല നിങ്ങൾ. ഓക്കെ, ആരും പേടിക്കണ്ട. ഇതൊരു ദിവസം കിട്ടില്ല. പയ്യെ ഇപ്പൊ നിങ്ങൾക്ക് ഇന്ന് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ കിട്ടിയില്ലേ? ഇങ്ങനെ 2 ദിവസം കൂടി നിങ്ങൾ ഇന്ന് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഇമ്പ്രൂവ് ആവും. ഇങ്ങനെ ഇമ്പ്രൂവ് ആയി വരും. നിങ്ങൾക്ക് ഇനിയും ഒരു റിവിഷനും കൂടി ഉണ്ട്. ഇപ്പൊ സ്കൂളിൽ ഇനി ഒരു റിവിഷൻ ഉണ്ട്, നമുക്ക് ഇനിയും ഒരു റിവിഷനും കൂടി ഉണ്ട്. 3 റിവിഷൻ അപ്പൊ നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്നുണ്ടല്ലോ. പിന്നെ പരീക്ഷയ്ക്ക് മുമ്പ് നിങ്ങൾ എല്ലാവരും പഠിക്കാതിരിക്കുമല്ലോ. ഒരു 3, 4, 5 റിവിഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് പോണേ. ഓരോ റിവിഷൻ കഴിയുമ്പോഴും നിങ്ങൾ ഓരോ ഡിഗ്രി ഇമ്പ്രൂവ് ആവണം. അങ്ങനെ ഇമ്പ്രൂവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടാവും. ഓർഗാനിക്കിൽ നിങ്ങൾക്ക് മാർക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ആണ് വേണ്ടത്. കാണാപ്പാടം റിയാക്ഷൻസ് പഠിച്ചുകൊണ്ട് മാത്രം ഒരു ഉപകാരവും ഇല്ല. നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റണം. ഓക്കെ, ശരി. ഹാലോഫോം റിയാക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അടുത്തത് നമുക്ക് ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻസ് എന്താണെന്ന് നോക്കാം. ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻസ്. ഡീകാർബോക്സിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ, കാർബോക്സിലിക് ആസിഡ്സിനെ നമ്മൾ ഡീകാർബോക്സിലേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സോഡിയം സോൾട്ട് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. അതും NCAOന്റെ പ്രസൻസിൽ ഈ പറഞ്ഞ ആള് NaOH and CaO. ഇതിന്റെ പേരാണ് സോഡ ലൈം. ഓക്കെ, അപ്പൊ ഡീകാർബോക്സിലേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സോഡ ലൈം ആയിട്ട് ട്രീറ്റ് ചെയ്യുക. സോഡ ലൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയം ഹൈഡ്രോക്സൈഡും കാൽഷ്യം ഓക്സൈഡും CaO, ലൈം എന്ന് പറഞ്ഞ ആള്. ഓക്കെ, ഇവരെ തമ്മിൽ ഞാൻ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഈ പറഞ്ഞ ആളെ ഫുൾ റെഡ്യൂസ് ആയിട്ട് അതിന്റെ ഡൗണർ ആയിട്ടുള്ള ആൽക്കെയിൻ കിട്ടും. ഓക്കെ, ഇത് CH3
എച്ച് ആയി മാറി, അതായത് CH4 ആയിട്ട് മാറി. ഓക്കെ, അപ്പൊ ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻസ് ഓഫ് കാർബോക്സിലിക് ആസിഡ്സ് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സോഡ ലൈം ആയിട്ടുള്ള റിയാക്ഷൻ ആണെന്ന് പറയാ. ഇനി സോഡ ലൈം മിക്സർ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ CaOയും NaOH ആയിട്ടുള്ള ഒരു മിക്സർ ആണെന്ന് പറയാ. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പറയേണ്ടത്. ഇതാണ് ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എഴുതേണ്ടത്. ഓക്കെ, ഇനി ഒരു വലിയ ക്വസ്റ്റ്യൻ, 2 ക്വസ്റ്റ്യൻ കൂടി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ടോളുവിൻ ടു ബെൻസാൽഡിഹൈഡ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാ. ടോളുവിനിന്ന് ബെൻസാൽഡിഹൈഡ് ഉണ്ടാക്കണം. എന്തായിരുന്നു ആ റിയാക്ഷൻ? ആർക്കാ ഓർമ്മയുള്ളത്? എങ്ങനെയായിരുന്നു ടോളുവിനിന്ന് ബെൻസാൽഡിഹൈഡ് ഉണ്ടാക്കുക? അതൊരു നെയിംഡ് റിയാക്ഷൻ ആയിരുന്നു. ഓർമ്മയുണ്ടോ? ആ പേജ് മറിച്ച് നോക്കിയാൽ കിട്ടും. യെസ് അലാന, കറക്റ്റാ. ഇറ്റാക്സ് റിയാക്ഷൻ. അതിന് ഞാൻ എന്താ ചെയ്തത്? ക്രോമൈൽ ക്ലോറൈഡ് CrO2. ആൻഡ്രിയ, കറക്റ്റ് ആണ്. CrO2 Cl2 ആയിട്ട് ട്രീറ്റ് ചെയ്തു. എന്തിന്റെ പ്രസൻസിൽ? CH2 ആയിട്ട് ട്രീറ്റ് ചെയ്തു. അപ്പൊ ആ പറഞ്ഞ സാധനം ആ ബെൻസീൻ റിങ്ങിന്റെ മുകളിൽ അങ്ങോട്ട് കയറിയിരുന്നു. പിന്നെ ഞാൻ അതിനെ പിടിച്ചിട്ട് ഹൈഡ്രലൈസ് ചെയ്തു. അപ്പൊ അത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽഡിഹൈഡ് ആയിട്ട് മാറി, ബെൻസാൽഡിഹൈഡ് കിട്ടി. ഞാൻ പറഞ്ഞു ടോളുവിനിന്ന് ബെൻസാൽഡിഹൈഡ് ഉണ്ടാക്കുന്ന പോലെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇറ്റാക്സ് റിയാക്ഷൻ. ഓക്കെ, നമ്മൾ പഠിച്ചതാ, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് തരുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. പ്രിപ്പയർ ബെൻസീൻ ടു ബെൻസാൽഡിഹൈഡ്. നമ്മൾ ഇപ്പൊ തന്നെ പറഞ്ഞു ബെൻസീൻ ബെൻസാൽഡിഹൈഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റിയാക്ഷൻ എന്തായിരുന്നു? ഗെറ്റമാൻ കോച്ച് റിയാക്ഷൻ. കോച്ച് എന്നുള്ളതിന് കൂടെ പറ, ഗെറ്റമാൻ കോച്ച് റിയാക്ഷൻ. അവിടെ ഞാൻ എന്താ ചെയ്തത്? CO ആയിട്ട് ട്രീറ്റ് ചെയ്തു. HCl ന്റെ പ്രസൻസിൽ CuCl ആയിട്ട് അൺഹൈഡ്രസ് AlCl3 പ്രസൻസിൽ. അപ്പൊ എനിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ബെൻസീന്റെ മീതെ CHO കിട്ടി, ബെൻസാൽഡിഹൈഡ് കിട്ടി. എടാ നിങ്ങൾ നോക്കിയിരുന്നിട്ട് ഒരു കാര്യമില്ല കേട്ടാ. ഇത് എവിടെയെങ്കിലൊക്കെ എഴുതി വെച്ചോ. കുറെ പേര് വെറുതെ നോക്കിയിരിക്കാം. മിസ് ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്, ഓർഗാനിക് അല്ലേ, എന്ത് വേണേലും പറഞ്ഞോട്ടെ എന്ന് വെച്ചാൽ ഒരു ഇമ്പ്രൂവ്മെന്റ് നിങ്ങൾക്ക് ആർക്കും ഉണ്ടാവില്ല. നിങ്ങൾ വേണമെന്ന് വെച്ചാൽ എവിടെയെങ്കിലും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കാം. കുറെ ക്ലാസ് കേട്ടിട്ട് ഒരു കാര്യമില്ല കേട്ടാ. പ്രാക്ടീസ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. എന്താ ഷംസീന, എന്തോ ഷംസീനക്ക് ഡൗട്ട് പറഞ്ഞു. യെസ്, എന്താന്ന്? ആ, ബെൻസാൽഡിഹൈഡ് ഉണ്ടാക്കണത്. അപ്പൊ ഒന്നും കൂടെ പറഞ്ഞേ, റിപ്പീറ്റ് ചെയ്തേ. എവിടെ? ഈ ക്വസ്റ്റ്യനില്? ആ, എഴുതിയാലും കറക്റ്റ് ആണ്, കുഴപ്പമില്ല. സൈഡ് ചെയിൻ ചോദിച്ചാലും കുഴപ്പമില്ല. പക്ഷെ റിയേജൻസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് എഴുതണം കേട്ടോ. ഇതിപ്പോ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക്, നിങ്ങൾ പഠിച്ച ഏത് റിയാക്ഷൻ വേണമെങ്കിലും കണക്ട് ചെയ്ത് എഴുതാം. ഓക്കെ, പക്ഷെ നിങ്ങളുടെ സിലബസിലുള്ള റിയാക്ഷൻ ആയിരിക്കണം എന്ന് മാത്രം. ഓക്കെ, അത്രേ ഉള്ളൂ. എഴുതിയാലും ഒരു തെറ്റില്ല. ചിലപ്പോ ഇനി വേറൊരു പ്രശ്നമുണ്ട്. റിയാക്ഷന്റെ തുടക്കം അവർ ഇട്ട് വെക്കും, ആ റിയേജന്റ് അവർ എഴുതി വെക്കും. കാരണം അവർക്ക് വേണ്ട ആൻസർ ചിലപ്പോൾ ഇറ്റാഡ് റിയാക്ഷൻ ആയിരിക്കും. അങ്ങനെ വരാണെങ്കിൽ ഇതന്നെ എഴുതിക്കോളൂ, അത്രേ ഉള്ളൂ. അല്ലാത്ത കേസിൽ ഇറ്റ്സ് ഓക്കെ. ശരി, എന്തായാലും ചില സ്കൂളിൽ ടീച്ചേഴ്സ് മാർക്ക് തന്നില്ലെങ്കിലും ഫൈനൽ എക്സാമിന് നിങ്ങൾക്ക് മാർക്ക് കിട്ടും ആ കാര്യത്തിലൊക്കെ. കാരണം നിങ്ങൾക്ക് ബോധമുള്ളത് കൊണ്ടാണല്ലോ വേറൊരു റിയാക്ഷൻ നിങ്ങൾക്ക് ആലോചിച്ച് എഴുതാൻ പറ്റണത്. ഇറ്റ്സ് ഓക്കെ. അടുത്ത നോക്കിക്കോ. ബെൻസീൻ ടു അസറ്റോഫീനോൺ. അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. ബെൻസീൻ ടു അസറ്റോഫീനോൺ അത് ഫീഡൽ ക്രാഫ്റ്റ്സ് അസൈലേഷൻ റിയാക്ഷൻ. അസറ്റോഫീനോൺ ആ പേര് കേൾക്കുമ്പോ തന്നെ അറിയാം അസറ്റിലേഷൻ അസൈലേഷനിലൊക്കെയാണ് ഇത് വരാന്നുള്ളത്. അപ്പൊ എന്ത് ചെയ്യാ? ബെൻസീൻ എടുത്തിട്ട് CH3COCl ആയിട്ട് ട്രീറ്റ് ചെയ്തു, അൺഹൈഡ്രസ് AlCl3 പ്രസൻസിൽ. അപ്പൊ എനിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് കിട്ടി? അസറ്റൈൽ ക്ലോറൈഡ് കിട്ടി. COCH3 അവിടെ തലയുടെ മുകളിൽ വരും. ഓക്കെ, COCH3 ബെൻസീൻ റിങ്ങിന്റെ മുകളിൽ കിട്ടും. കറസ്പോണ്ടിങ് ആയിട്ടുള്ള അസറ്റൈൽ ക്ലോറൈഡ് എനിക്ക് കിട്ടും, അസറ്റോഫീനോൺ. ഇതിപ്പോ നിങ്ങളുടെ അടുത്ത് എന്ത് വേണേലും ചോദിക്കാം. ഇപ്പൊ നൈട്രേഷൻ ചോദിക്കാം, ഇപ്പൊ നൈട്രോ ബെൻസീൻ ചോദിക്കാം. അപ്പൊ നിങ്ങൾക്ക് അറിയാം നൈട്രേഷൻ റിയാക്ഷൻ ആണെന്ന് അറിയാം.
അല്ലെങ്കിൽ ഇപ്പം ക്ലോറിനേഷൻ റിയാക്ഷൻ ചോദിക്കാം, അങ്ങനെ എന്ത് വേണേലും ചോദിക്കാം. ഇതിപ്പോ ഇതന്നെ ചോദിക്കണം ഒരു നിർബന്ധമില്ല. നിങ്ങൾ ആ റിയാക്ഷൻസ് പഠിക്കണം, നിങ്ങൾ അത് അപ്ലൈ ചെയ്യാൻ പഠിക്കണം, അത്രേ ഉള്ളൂ. അത് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇപ്പൊ എന്റെ കൂടെ നിന്ന് കുറെ ക്വസ്റ്റ്യൻസ് ചെയ്തു, ഇനിയും കുറെ ക്വസ്റ്റ്യൻസ് ആ മെറ്റീരിയൽ കിടപ്പുണ്ട്, അതൊന്ന് ചെയ്ത് നോക്കാം. അതേപോലെ നിങ്ങളുടെ സ്കൂളിൽ നിന്ന് കുറെ ചെയ്യിക്കും, നിങ്ങൾക്ക് കുറെ മെറ്റീരിയൽസ് ഉണ്ടാവും. ഈ മെറ്റീരിയൽസ് ഇവിടെ നിന്ന് തന്നെ കെട്ടുകണക്കിലുണ്ടെന്ന് എനിക്കറിയാം. അപ്പോ അതൊക്കെ ചെയ്ത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടും. വേറെ ഒന്നും വേണ്ട. ഇനി ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ചെയ്ത പഠിച്ച ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ട്രിക്ക് കിട്ടും, ചെയ്യാൻ യൂസ് ചെയ്യേണ്ടത് എന്താണെന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് തന്നെ ആ ബ്രെയിൻ വർക്ക് ചെയ്യിക്കാൻ പറ്റും. ശരി, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. CH3COCl plus H2 in the presence of PD and BaSO4 gives CH3CHO and HCl. Name the reaction. ഇതെല്ലാവരും ആൻസർ എഴുതണം. ആശിഷ് പറഞ്ഞേ, ആശിഷ്, ജോഫിൻ, ആദികേശവ വർമ്മ എല്ലാരും കമന്റ് ചെയ്തേ. യെസ്, അലാന കറക്റ്റ് ആണ്. ആശിഷ് പറഞ്ഞോ, ഏതാണ് ഈ റിയാക്ഷൻ? നീ എവിടെയായിരുന്നു ഇത്ര നേരം? ഞാൻ നിൽക്കുന്ന അടുത്ത് ചോദിച്ചേ. എടാ, ഏറ്റവും താഴെ എഴുതിയേക്കുന്ന റിയാക്ഷന്റെ പേര് CH3COCl plus H2 in the presence of PD and BaSO4 gives CH3CHO and HCl. ഇതിന്റെ പേര്, അതൊരു റിഡക്ഷൻ റിയാക്ഷൻ ആണ്. ക്ലെമെൻസൺ ആണോ, ഉൾഫ് കിഷ്ണർ ആണോ, റോസൻമണ്ട് ആണോ, ഇനി ഏതെങ്കിലും ഉണ്ടായോ, സ്റ്റീഫൻസ് ആണോ, ഏതാ? എടാ, PDBaSO4 റോസൻമണ്ട് റിഡക്ഷന്റെ കമന്റ് ബോക്സിൽ എല്ലാവരും പറഞ്ഞു. നീ എന്ത് ശ്രദ്ധിച്ചിരിക്കായിരുന്നോ? റോസൻമണ്ട് റിഡക്ഷൻ. ഓക്കെ, റോസൻമണ്ട് റിഡക്ഷനിലാണ് PDBaSO4 നമ്മൾ റിയേജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ശരി, ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് നമുക്ക് നിർത്താട്ടാ. 9 മണിയായി എനിക്കറിയാം, പക്ഷെ നമ്മൾ കുറച്ച് സമയം പോയില്ല. എനിക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാനുള്ള സമയം എന്താ? How will you convert propanoic acid into the following compounds? Propanoic ആസിഡിനെ നിങ്ങൾക്ക് ഈഥേനും ബ്യൂട്ടേനും ആയിട്ട് മാറ്റണം. പ്രൊപ്പനോയിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CH3CH2COOH. പ്രൊപ്പനോയിക് ആസിഡ്. ഇതിന് എനിക്കിതേ 2 പരിപാടി ഉണ്ട്. ഒരെണ്ണം ഈഥേൻ ആക്കണം, അടുത്തത് എനിക്ക് ബ്യൂട്ടേൻ ആക്കണം. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഇത്ര നേരം പഠിച്ച റിയാക്ഷൻസ് ഒക്കെ വെച്ചിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് നോക്കിയേ. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽക്കെയിൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഡീകാർബോക്സിലേഷൻ. ആസിഡ് അല്ലേ, ആസിഡിനെ ആൽക്കെയിൻ ആക്കാൻ ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ. NaOH ആയിട്ട് ട്രീറ്റ് ചെയ്യുക, CaO ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ ഒന്ന് എടുത്ത് നോക്കിയ സോഡ ലൈം ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായ. സോഡ ലൈം എന്ന് പറഞ്ഞ എന്തൊക്കെയാ? സോഡിയം ഹൈഡ്രോക്സൈഡും CaOയും. യെസ്, എക്സാം ഉണ്ട്. CaOയും 9/5 ഞാൻ എക്സാം തരും. NaOHും CaO ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിട്ട് കിട്ടും? കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽക്കെയിൻ ആയിട്ട് കിട്ടും. ഓക്കെ, അത് പക്ഷെ എങ്ങനെയാണ് ഈഥേനും അതുപോലെ തന്നെ ബ്യൂട്ടേൻ ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റാം? ഏതോ ഒരെണ്ണത്തിൽ നമുക്ക് കറക്റ്റ് ആ സാധനം കിട്ടും. ഇനി ഈഥേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർബൺ ലെസ് ആണ്, 1 കാർബൺ ലെസ്. ബ്യൂട്ടേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സെയിം amount, സോറി പ്രൊപ്പീൻ, യെസ്, ഒരു കാർബൺ മോർ ആണ്, 1 കാർബൺ മോർ. അപ്പൊ ഏത് റിയാക്ഷൻസ് ആണ് നിങ്ങൾ എടുക്കേണ്ടത്? ഒരു കാർബൺ ലെസ്സും ഒരു കാർബൺ മോറും ആണെന്നുണ്ടെങ്കിൽ ഏത് റിയാക്ഷൻ ആണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്? ലാസ്റ്റത്തെ റിയാക്ഷൻ നിങ്ങൾ പഠിച്ചിട്ടില്ല, ബ്യൂട്ടൈൻ ആക്കാനുള്ളത് നിങ്ങൾ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടില്ല, ഇപ്പൊ പഠിപ്പിച്ചു തരാം. ക്ലാസ്സിലല്ല കേട്ടാ, ക്ലാസ്സിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഇപ്പൊ പറഞ്ഞു തന്നിട്ടില്ല, റിവിഷനിൽ ഇന്നിപ്പോ പറഞ്ഞിട്ടില്ല. മറ്റേ റിയാക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. പ്രൊപ്പനോയിക് ആസിഡിന്ന് ഈഥേനും ഉണ്ടാക്കണം, പ്രൊപ്പനോയിക് ആസിഡിന്ന് ബ്യൂട്ടേനും ഉണ്ടാക്കണം. പ്രൊപ്പനോയിക് ആസിഡ് എഴുതിക്കോട്ടാ, ടു ബ്യൂട്ടേൻ. നമുക്ക് 2 കഷ്ണായിട്ട് എഴുതാം, അപ്പൊ പിന്നെ നിങ്ങൾക്ക് അപ്പൊ ഒരുമിച്ച് പഠിക്കാം. പ്രൊപ്പനോയിക് ആസിഡ് ടു ബ്യൂട്ടേൻ.
acid to ethane. ഓക്കെ, ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയെങ്കിൽ യെസ് അർജുൻ. അർജുൻ എന്താ ചെയ്തതെന്നൊന്ന് പറഞ്ഞേ. കറക്റ്റ് ആണ് നീ പറയണത്. പറഞ്ഞോ, എന്താണ് നീ ക്യാമറ ഓഫ് ചെയ്തേ അല്ലെങ്കിൽ ഓൺ ചെയ്തിരിക്കുന്നതാണല്ലോ. പറ. ആ പറ, എന്താ നീ ചെയ്തേ? CH3 CH2 COOH, അതാണല്ലോ പ്രൊപ്പനോയിക് ആസിഡ്. അതിന് ഞാൻ എന്താ ചെയ്തത്? എന്തോ CaO ആയിട്ട് ട്രീറ്റ് ചെയ്തു. അപ്പൊ നിനക്ക് എന്താ കിട്ടുന്നത്? CH3 CH3 കിട്ടും, അതല്ലേ? C2H6 കിട്ടും. അതിനെയാണ് നമ്മൾ ഈഥേൻ എന്ന് പറയാ. ഈ റിയാക്ഷന്റെ പേര് ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ. ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് വൺ. ഇത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാ. മറ്റേ റിയാക്ഷൻ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല. പ്രൊപ്പനോയിക് ആസിഡിന്ന് ബ്യൂട്ടേൻ ഉണ്ടാക്കണം. പ്രൊപ്പനോയിക് ആസിഡ് നമുക്ക് പറയാം CH3 CH2 COOH. ബ്യൂട്ടേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? CH3 CH2 CH2 CH3, അതായത് 4 കാർബൺ വരുന്നുണ്ട്. ഒരു കാർബണും കൂടെ എക്സ്ട്രാ വരണം. ഓക്കെ, അതിന് നമ്മൾ എന്താ ചെയ്യാം? കോൾ ബേസ് ഇലക്ട്രോലൈസിസ്. കോൾ ബേസ് ഇലക്ട്രോലൈസിസ്. കോൾ ബേസ് ഇലക്ട്രോലൈസിസ്. ഓക്കെ, ഇപ്പൊ ശരിയാക്ക എന്റെ അശ്വിനെ. കോൾ ബേസ് ഇലക്ട്രോലൈസിസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഇതിനെ പിടിച്ചിട്ട് NaOH ആയിട്ട് ട്രീറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ സോഡിയം സോൾട്ട് കിട്ടും. CH3 CH2 COONA. അതിനെ പിടിച്ചിട്ട് നമ്മൾ ഇലക്ട്രോലൈസിസ് ചെയ്യാം. ഇലക്ട്രോലൈസിസ് H2O പ്രസൻസിൽ. അപ്പൊ നിങ്ങൾക്ക് CH3 CH2 CH2 CH3 കിട്ടും. ഈ റിയാക്ഷന്റെ പേര് കോൾ ബേസ് ഇലക്ട്രോലൈസിസ്. കഴിഞ്ഞു അർജുൻ. പ്രൊപ്പനോയിക് ആസിഡിന് ബ്യൂട്ടേൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ സോഡിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. കറസ്പോണ്ടിങ് സോഡിയം സോൾട്ട് കിട്ടും. ആ സോഡിയം സോൾട്ട് കിട്ടിയതിനു ശേഷം നമ്മൾ അതിനെ ഇലക്ട്രോലൈസിസ് ചെയ്യുക. ഇലക്ട്രോലൈസിസ് ഇൻ ദ പ്രസൻസ് ഓഫ് വാട്ടർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ബ്യൂട്ടേൻ കിട്ടും. അതിന്റെ കാർബൺ 1 കാർബൺ ഹയർ ആയിരിക്കും. 1 കാർബൺ ലെസർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്തത്? ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ ചെയ്തു. ഡീകാർബോക്സിലേഷൻ നമ്മൾ സോഡ ലൈമിന്റെ പ്രസൻസിലാണ് ചെയ്തത്. സോഡ ലൈം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ CaO ആൻഡ് NaOH ഒരു മിക്സ്ചർ ആണ്. ഇത്ര എഴുതി കഴിഞ്ഞോ? എല്ലാവരുടെയും കഴിഞ്ഞോ? എക്സാം എഴുതാം. ശരി, എല്ലാരും പാരന്റ്സിനെ കൊണ്ടിരുത്തിയിട്ട് എക്സാം എഴുതാൻ റെഡി ആയിക്കോ. എഴുതി തുടങ്ങിക്കോട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ബെൻസോയിക് ആസിഡിനെ ബെൻസാൽഡിഹൈഡ് ആക്കണം. ബെൻസോയിക് ആസിഡ് ടു ബെൻസാൽഡിഹൈഡ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ HVZ റിയാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യണ്ട. 1 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലേ, ജസ്റ്റ് ഇതിപ്പോ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, റിയാക്ഷൻ മാത്രം എഴുതിയാൽ മതി. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ റിയാക്ഷൻ എഴുതും വേണം, എക്സ്പ്ലനേഷൻ എഴുതും വേണം. ഇതിപ്പോ ആ 2Aക്ക് 1 മാർക്കേ ഉള്ളൂ. 1 മാർക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. HCHO KOH ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ 3 റിയാക്ഷൻസ് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ 3 മാർക്ക്. ജസ്റ്റ് ആ 3 റിയാക്ഷൻസ് എഴുതാൻ മാത്രമേ ഉള്ളൂ കേട്ടോ.
റയാനെ എവിടെ നോക്കി എഴുതണേ? അടച്ചു വെച്ച താഴെ വെച്ചാണ് സാധനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് വേണം അല്ലേ? Aldehydes do not have any alpha hydrogen atom to undergo self oxidation and reduction in the presence of concentrated alkali. അത് ഏതാണ് റിയാക്ഷൻ? ആൽഫ ഹൈഡ്രജൻ ഇല്ലാണ്ടാവുമ്പോ സെൽഫ് ആയിട്ടുള്ള ഓക്സിഡേഷനും റിഡക്ഷനും ഉണ്ടാകുക ചെയ്യുന്ന ആ റിയാക്ഷന്റെ പേര് ഒരു 100 വട്ടം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അസിഡിറ്റിയുടെ സ്ട്രെങ്ത്, അതിന്റെ റീസൺ എഴുതണ്ട കേട്ടോ. അസിഡിറ്റിയുടെ സ്ട്രെങ്ത് മാത്രം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ കുറെ നീളമുള്ള പോലെ തോന്നും. ആ ക്വസ്റ്റ്യന് നീളമുള്ള കാരണം കൊണ്ട് നിങ്ങളുടെ ആൻസേഴ്സ് ഒക്കെ ഒറ്റ വേർഡിന്റെ ആവശ്യമുള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാ റിയാക്ഷൻ, ആ റിയാക്ഷന്റെ പേരിനാണ് 1 മാർക്ക്. ബി ക്വസ്റ്റ്യൻ നിങ്ങളുടെ അടുത്ത് അസിഡിറ്റിയുടെ ഓർഡർ ചോദിച്ചേക്കണം. ഞാൻ നിങ്ങളോട് പറഞ്ഞു ആ അസിഡിറ്റിയുടെ ഓർഡർ നിങ്ങൾ എന്തിന്റെ ബേസിസിലാണ് പറയുന്നത്. ജസ്റ്റ് അത് അറേഞ്ച് ചെയ്ത് മാത്രം എഴുതിയാൽ മതി. നിങ്ങളുടെ അടുത്ത് എക്സാമിന് എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം എക്സ്പ്ലനേഷൻ. ഞാനിവിടെ എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടില്ല. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആ. ചോദിക്കുകയാണെങ്കിൽ എഴുതുക എക്സ്പ്ലനേഷൻ. ഇവിടെ ചോദിച്ചിട്ടില്ല. അപ്പൊ ജസ്റ്റ് ആ ഓർഡർ മാത്രം എഴുതിയാൽ മതി. അടുത്തത് കാനിസാരോ അണ്ടർഗോ ചെയ്യാത്തത് ആരാന്ന്? കാനിസാരോ അണ്ടർഗോ ചെയ്യുന്നതല്ല, ഹു ഡസ് നോട്ട് അണ്ടർഗോ കാനിസാരോ. ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്തവരാണ് കാനിസാരോ അണ്ടർഗോ ചെയ്യുക. അപ്പൊ കാനിസാരോ അണ്ടർഗോ ചെയ്യാത്തത് ഫോർത്ത് ക്വസ്റ്റ്യൻ ടൊളുവീൻ ടു ബെൻസാൽഡിഹൈഡ് ഏതാണ് റിയാക്ഷൻ? ആ റിയാക്ഷന്റെ പേരും കൂടെ എഴുതിക്കോളോട്ടോ. ആ നെയിംഡ് റിയാക്ഷന്റെ പേരും കൂടെ എഴുതണം. അടുത്തത് ബെൻസീൻ ടു ബെൻസാൽഡിഹൈഡ്. എങ്ങനെയാണ് ഞാൻ ബെൻസാൽഡിഹൈഡ് പ്രിപ്പയർ ചെയ്തത്? അതൊരു നെയിംഡ് റിയാക്ഷൻ ആണ്. ബെൻസീൻ ടു അസറ്റോഫീനോൺ, അതൊരു ഇലക്ട്രോഫിലിക് റിയാക്ഷൻ ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആ റിയാക്ഷന്റെ പേര് എഴുതാം. ഇതൊരു റിഡക്ഷൻ റിയാക്ഷൻ ആണ്. അവിടെ എടുത്തേക്കണ റിയേജൻസ് ഏതാന്ന് നോക്കിയിട്ട് ഏതാ റിഡക്ഷൻ എഴുതാം. അശ്വിനെ എന്നിട്ട് തപ്പാൻ പോയണേ. അശ്വിനെ എന്താ ഇതിനകത്ത്? കഴിഞ്ഞു. 4 എണ്ണം ചെയ്തു കഴിഞ്ഞു ഇത്ര പെട്ടെന്ന്. ഇതെല്ലാം എഴുതിണ്ടാ? അത് ക്വസ്റ്റ്യൻ ഇട്ട് കുത്തുകുത്താണോ? നോക്കട്ടെ ഞാൻ ഒരു മിനിറ്റ്. ഇവിടെ കാണിച്ച അശ്വിനെ എന്തൊക്കെയോ എഴുതിണ്ട്.
നിങ്ങൾക്ക് ക്രിസ്മസിന് മാർക്കില്ലെങ്കിലാ വാക്കൊക്കെ തന്നാണ് എനിക്ക്. എന്തോരം പേർക്ക് നീ വാക്ക് കൊടുത്തന്നെ സരിത ടീച്ചർ, എന്നോട്, ഞാൻ ആരുടെയും പറയാത്ത ഉണ്ടാ? ആ ശരി അശ്വിനെ. തണുപ്പൊക്കെ ആയി തുടങ്ങിട്ട് ആരും മറ്റേ പനി നീരുവീഴ്ച വയ്യായി ഒന്നും വരുത്തി വെക്കണ്ടാട്ടാ. പരീക്ഷയ്ക്ക് പഠിക്കാൻ ഒരു രസം ഉണ്ടാവില്ല. എല്ലാവർക്കും ഇവിടെയും എല്ലായിടത്തും അത് എല്ലാവർക്കും ചെറിയ നീരുവീഴ്ചയും പനിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. വെറുതെ അത് കൂട്ടാൻ നിൽക്കണ്ട, ആവി പിടിച്ചോ എങ്ങനെങ്കിലൊക്കെ മാറ്റിക്കോ. പരീക്ഷയ്ക്ക് പനിച്ചിരിക്കുക. കഴിഞ്ഞ എല്ലാവരുടെയും ടൈം ഉണ്ട്, കുഴപ്പമില്ല. കുറെ പേര് കഴിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. കഴിയാത്തവരുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്തിട്ട് എക്സാം എഴുതിക്കും, അപ്പൊ എനിക്ക് അറിയാലോ എത്ര പേരുണ്ടെന്ന്. ജസ്റ്റ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തിട്ടോ, എന്നിട്ട് എഴുതിക്കോ, കുഴപ്പമില്ല. ടേക്ക് യുവർ ടൈം, കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തിട്ട് തന്നെ എഴുതിക്കോ, അത്രേ ഉള്ളൂ. അശ്വനാഥ് എഴുതി കഴിഞ്ഞോ? ന്യൂ ഇയറിന് വരുമ്പോ അതെ എല്ലാരും പറയണട്ടോ നിങ്ങളുടെ മറ്റേ പ്ലാൻസ് എന്താന്നുള്ളത്. ഞാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഡിസംബർ കഴിയുമ്പോഴേക്കും തീരുമാനമാക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴേക്കും ജാനുവരി ഫെബ്രുവരി ആകുമ്പോഴേക്കും പല എക്സാമിന്റെ രജിസ്ട്രേഷൻസ് സ്റ്റാർട്ട് ചെയ്യും. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണോ? സെക്കൻഡ് ക്വസ്റ്റ്യന്റെ എ ക്വസ്റ്റ്യൻ HVZ റിയാക്ഷൻ. HVZ റിയാക്ഷൻ എഴുതാൻ 10 മിനിറ്റ്. ബി ക്വസ്റ്റ്യൻ HCHO കോൺസെൻട്രേറ്റഡ് KOH ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? 4 പേരും കൂടി ഉള്ളൂ, ബാക്കി എല്ലാവരെയും കഴിഞ്ഞോ? കഴിഞ്ഞു. അവരുടെ കഴിയട്ടെ കേട്ടാ. മൂന്നേരും കൂടി ഉള്ളൂ, അപ്പൊ കഴിയും.
ഓക്കെ ആയോ? എല്ലാവരും കഴിഞ്ഞു തോന്നുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുത്തോ. ബെൻസോയിക് ആസിഡ് ടു ബെൻസാൽഡിഹൈഡ്. ബെൻസോയിക് ആസിഡ് എന്ന് ബെൻസാൽഡിഹൈഡ്. ഇത് എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക്. പകുതി എഴുതിയിട്ടുള്ളെന്നുണ്ടെങ്കിൽ ഹാഫ് മാർക്ക്. മുഴുവൻ എഴുതിയിട്ടുണ്ടെങ്കിൽ 1. ബെൻസോയിക് ആസിഡ് ടു ബെൻസാൽഡിഹൈഡ്. കഴിഞ്ഞോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ HVZ റിയാക്ഷന്റെ അത് ഇതിന്റെ മുകളിൽ കിടക്കണ്ട. അതും കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക്. 1 മാർക്ക് 1 മാർക്ക്. അടുത്തത് ഫിൽ ദ റിയാക്ഷൻസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. CH3OH മെത്തനോൾ and potassium salt of formic acid. എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 1 മാർക്ക്. 2 പ്രൊഡക്റ്റ് വേണം കേട്ടോ. ഈ റിയാക്ഷന്റെ 2 പ്രൊഡക്റ്റ് എഴുതിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ 1 മാർക്ക്. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ നമ്മളുടെ അടുത്ത് ചോദിച്ചത് ഏത് റിയാക്ഷൻ ആയിരുന്നു എന്ന്. സെൽഫ് ഓക്സിഡേഷൻ റിഡക്ഷൻ, കാനിസാരോ റിയാക്ഷൻ. എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക്. അതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ അസിഡിക് സ്ട്രെങ്ത്, അസിഡിക് എന്നാ ഹാഫ് മാർക്ക്, പകുതി മാർക്ക് കൊടുക്കട്ടോ അക്ഷയ. അസിഡിറ്റിയുടെ സ്ട്രെങ്ത് എഴുതുമ്പോൾ എങ്ങനെയാണ്? CH3COH ഏറ്റവും കുറവ് 1 ക്ലോറിനുള്ളത്, നെക്സ്റ്റ് 2 ക്ലോറിനുള്ളത്, നെക്സ്റ്റ് 3 ക്ലോറിനുള്ളത്. ഏറ്റവും കൂടുതൽ 3 ക്ലോറിനുള്ളതിന് ഏതായിരുന്നു? അപ്പൊ CCl3COOH ആണ് ഫസ്റ്റ് പൊസിഷനിൽ വരിക. ഇത് ഫസ്റ്റ് വരും, ഇത് സെക്കൻഡ് വരും, ഇത് തേർഡ് വരും, ഇത് ഫോർത്ത് വരും. അങ്ങനെ എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 1 മാർക്ക്. ഇതിന്റെ ആൻസർ ഇസ് ഡി. അതിനും 1 മാർക്ക്. അങ്ങനെ മൊത്തത്തിൽ 3 മാർക്ക്. ഇത് കഴിഞ്ഞോ? ഇത് നോക്കിക്കഴിഞ്ഞു. നോക്കത്ര നേരം വേണ്ടല്ലോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ടൊലുവിൻ ടു ബെൻസാൽഡിഹൈഡ് ആക്കാൻ വേണ്ടി ഇറ്റാഡ് റിയാക്ഷൻ. റിയാക്ഷൻ എഴുതിയിട്ടുണ്ടാവണം, പേര് എഴുതിയിട്ടുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ 1 മാർക്ക്. അടുത്തത് ടൊലുവിൻ ടു ബെൻസാൽഡിഹൈഡ് ഗെറ്റർമാൻ കോച്ച് റിയാക്ഷൻ. റിയാക്ഷൻ എഴുതിയിട്ടുണ്ടാവണം, ഗെറ്റർമാൻ കോച്ച് എന്ന് എഴുതിയിട്ടുണ്ടാവണം. 1 മാർക്ക്. അടുത്തത് ബെൻസീൻ ടു അസെറ്റോഫീനോൺ ഫീഡൽ ക്രാഫ്റ്റ്സ് അസൈലേഷൻ റിയാക്ഷൻ. CH3COCl ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു അൺഹൈഡ്രസ് AlCl3യുടെ പ്രസൻസിൽ. അപ്പോ നമുക്ക് അസെറ്റോഫീനോൺ കിട്ടും. അത് എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 1 മാർക്ക്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ റോസൻമണ്ട് റിഡക്ഷൻ, PDBaSO4 ആയിട്ടുള്ള റിഡക്ഷൻ റിയാക്ഷൻ. അത് എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 1 മാർക്ക്. അങ്ങനെയാണ് 4 മാർക്ക് വരുന്നത്. ഇത്രയൊക്കെ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ എന്റെ മക്കൾ 10ൽ എത്രയും മാർക്ക് കിട്ടിയെന്നുള്ളത് കമന്റ് ചെയ്തിട്ട് ലീവ് ചെയ്തു. ഔട്ട് ഓഫ് 10. യെസ്, 10 on 10. വെരി ഗുഡ് ഏഞ്ചൽ. 9. ബാക്കി പോരട്ടെ, എല്ലാവരും ഇട്ടോ കാൽക്കുലേറ്റ് ചെയ്തിട്ട്. യെസ്, അശ്വിൻ എന്തോ സംശയമുണ്ട്. എന്താ അശ്വിൻ? പറഞ്ഞോ. 10ല്. യെസ്, വെരി ഗുഡ്. 8 ഉണ്ട്, 10 ഉണ്ട്, 9 ഉണ്ട്. ബാക്കി എല്ലാവരും ഇട്ടേ. റയാൻ എന്നോട് മാർക്ക്. ദേ ഒരു കുത്തുവെച്ചെന്നാണ്ടല്ലോ ഞാൻ. 7.5, 8. തേർഡ് സി പറയണല്ലേ. തേർഡ് സി ക്വസ്റ്റ്യന്റെ ആൻസർ ഇങ്ങനെയാണ് വരിക. CCl3COOH ഗ്രേറ്റർ, CHCl2COOH ഗ്രേറ്റർ, CH2Cl അങ്ങനല്ലേ? CH2Cl3 അല്ലേ? അല്ല, ഒരൊറ്റ മിനിറ്റ്. CH3COOH ആണ് ഏറ്റവും ലാസ്റ്റ് വരാം. അതിന്റെ മുകളില് നമുക്ക് Cl CH2COOH വരും. അതിന്റെ മുകളില് Cl2 CH3
Cl2 CH വരും. അതിന്റെ മുകളില് Cl3 CCOH വരും. ഇങ്ങനെയാണ് വരാം ഇവിടെ. ഓക്കെ, ധാരണ അടുത്ത് ചോദിച്ചിട്ടുണ്ടായോ? ഷംസീന. ഇനി എന്താ ഷംസീന, എന്തോ ഡൗട്ട് ഒക്കെ ഉണ്ടല്ല? സിയുടെ ആൻസർ CCl3CHO, ലാസ്റ്റ് ഓപ്ഷൻ. എന്തോ 1ന്റെ സി ആണോ വേണ്ടേ? എന്തുകൊണ്ടാ വന്നേന്നുള്ളത്. ക്യാനിസാരോ അണ്ടർഗോ ചെയ്യാത്തത് ആൽഫ കാർബൺസ് ഇല്ലാത്ത ആൾക്കാര്. CCl3യുടെ കേസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ വരുന്നത്? CHO. ഇത് വന്നിട്ട് അറ്റാച്ച് ചെയ്തേക്കുന്നത് സിയിലേക്ക്. സി എന്ന് പറഞ്ഞ ആൽഫ കാർബൺ. അതിന് 3 എണ്ണം ഉള്ളത് ക്ലോറിൻസ് ആണ്, 3 ക്ലോറിൻ ആറ്റംസ് ആണ്. 3 ക്ലോറിൻ ആറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ ഹൈഡ്രജൻ ആറ്റംസ് ഇല്ല. അതുകൊണ്ട് അപ്പൊ അത് ഹാലോഫോം റിയാക്ഷൻസ് പ്രിഫർ ചെയ്യും. ഓക്കെ, ശരി. ബിയുടെ ആൻസർ 2ബിയുടെ ആൻസർ COക്ക് പൊട്ടാസ്യം സോൾട്ട് ഓഫ് ആസിഡ് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തന്നില്ലേ? CH3OH പ്ലസ് HCOO പൊട്ടാസ്യം സോൾട്ട് ഓഫ് ആസിഡും മെത്തനോളും. പകുതി എഴുതിയിട്ടുള്ളെങ്കിൽ 1/2 മാർക്ക് കൊടുത്താൽ മതി കേട്ടാ. അര. കാരണം ഇത് ഇമ്പോർട്ടന്റ് ആണ്, പ്രൊഡക്ട്സ് ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോ ഈ വാട്ടർ HBr എന്നൊക്കെ പറയുന്ന എല്ലാ പ്രൊഡക്റ്റ് ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ ഇത് ഈക്വലി ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് ഇത് എഴുതണം. ഓക്കെ, അപ്പൊ എല്ലാവരും മാർക്ക് ഇട്ടിട്ട് വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ലീവ് ചെയ്തോ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ, ഗുഡ് നൈറ്റ് ഗൈസ്, താങ്ക് യു. കാണാട്ടോ, ശരി.